ഹായ്, ഗുഡ് ഈവനിങ്. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പിക് ഇന്ന് ഗ്രാവിറ്റേഷൻ, ഓസിലേഷൻസ് ആൻഡ് വേവ്സ്, ന്യൂക്ലിയസ് ആൻഡ് റേഡിയോ ആക്ടിവിറ്റി. ഇത് കമ്പൈൻ ചെയ്തിട്ടുള്ള ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതില് ഞാൻ നേരത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പൊ മെക്കാനിക്സ്, ഒപ്റ്റിക്സ്, കറണ്ട്, ഇലക്ട്രിസിറ്റി അതുപോലുള്ള ടോപ്പിക്കുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ അടുത്ത വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്രാവിറ്റേഷൻ. നമ്മളിപ്പം റീസെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഗ്രാവിറ്റേഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ നമുക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? Okay, അപ്പോൾ first question. In a group discussion on shape and size of the earth, three students stated the following points. അപ്പം സ്റ്റേറ്റ്മെന്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ സ്റ്റുഡന്റ് 1 പറഞ്ഞത് the shape of the earth is basically an oblate spheroid. ഇത് നമുക്ക് അറിയാവുന്നതാണ്. എർത്തിന്റെ ഷേപ്പ് സ്ഫിയർ അല്ല, ഒരു ഒബ്ലേറ്റ് സ്ഫിറോയിഡ് ആണ്. നെക്സ്റ്റ് സ്റ്റുഡന്റ് 2 പറഞ്ഞത് the polar diameter of the earth is more than the equatorial diameter. അതാണ് സ്റ്റുഡന്റ് 2ന്റെ കമന്റ്. സ്റ്റുഡന്റ് 3, bulge along the equatorial region is due to revolution of the earth. ഇപ്പോൾ സ്റ്റുഡന്റ് 2ന്റെയും സ്റ്റുഡന്റ് 3യുടെയും സ്റ്റേറ്റ്മെന്റ് തന്നെ കോൺട്രഡിക്ടറി ആണ്. പോളാർ ഡയമീറ്ററിനേക്കാൾ ബൾജ് ചെയ്തിരിക്കുന്നത് ഇക്വറ്റോറിയലിലാണെങ്കിൽ ഇക്വറ്റോറിയൽ ഡയമീറ്റർ ആയിരിക്കും കൂടുതൽ. നമുക്ക് അത് ട്രൂ ആണെന്ന് നമുക്കറിയാം. അപ്പം സ്റ്റുഡന്റ് 2 പറഞ്ഞത് എന്തായാലും തെറ്റാണ്. സ്റ്റുഡന്റ് 3 പറഞ്ഞതിൽ ബൾജ് എലോങ് ദി ഇക്വറ്റോറിയൽ റീജിയൻ ഈസ് ഡ്യൂ ടു റെവല്യൂഷൻ ഓഫ് ദി എർത്ത് എന്നാണ്. ആക്ച്വലി റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സണ്ണിന് ചുറ്റുമുള്ള മോഷനെയാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷെ എർത്തിന്റെ ഒബ്ലേറ്റ് സ്പിറോയിഡ് ഷേപ്പിന് അല്ലെങ്കിൽ ബൾജ് അലോങ് ദി ഇക്വറ്റോറിയൽ റീജിയന് കാരണം എന്ന് പറയുന്നത് റൊട്ടേഷൻ ആണ്, നോട്ട് റെവല്യൂഷൻ. അപ്പം ഇപ്പൊ പറഞ്ഞതിന് ക്ലിയർ ആണ്. ഓൺലി സ്റ്റുഡന്റ് 1 സ്റ്റേറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പം സ്റ്റുഡന്റ് 1 മാത്രമാണ് കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which one of the following statement is true? Force of the earth on moon is greater. Force of moon on earth is greater. Forces are equal and in same direction. Forces are equal in magnitude but opposite direction. So according to Newton's third law, it is very clear that the forces are equal and opposite. Option D ആണ് correct ആയിട്ട് വരിക. Next question. An astronaut whose weight on the earth is 600 Newton experiences weightlessness on the International Space Station orbiting around the earth. It means that അതായത് ഒരു ആസ്ട്രോനറ്റിന് എർത്തിൽ 600 ന്യൂട്ടൺ വെയിറ്റ് ഉള്ള ആള് ISS സ്പേസ് സ്റ്റേഷൻ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോകുമ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എർത്തിന് ചുറ്റും അറൗണ്ട് റിവോൾവ് ചെയ്യാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ആവുമ്പോൾ അവിടെ വെയിറ്റ്ലെസ്നെസ് ഫീൽ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് കാരണം വെയിറ്റ് ഫീൽ ചെയ്യണമെങ്കിൽ വെയിറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നോർമൽ റിയാക്ഷൻ ഉണ്ടാവണം. ഇപ്പോ ഇതിൽ ഓപ്ഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ആക്സിലറേഷൻ ഓഫ് ദ ആസ്ട്രോനട്ട് ഈസ് സീറോ. ദാറ്റ് ഇസ് നോട്ട് കറക്റ്റ്. ഓപ്ഷൻ ബി നോക്ക്, നോർമൽ റിയാക്ഷൻ ഓഫ് ദ സ്പേസ് സ്റ്റേഷൻ ഫ്ലോർ ഓൺ ദി ആസ്ട്രോനട്ട് ഈസ് സീറോ. ദാറ്റ് ഈസ് ദ റീസൺ. അതായത് ഈ ആസ്ട്രോനറ്റിന് മേൽ അനുഭവപ്പെടുന്ന നോർമൽ റിയാക്ഷൻ സീറോ ആണ്. ആസ്ട്രോനറ്റിന്റെ വെയിറ്റിന് ഇക്വാലന്റ് ആയിട്ട് ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇനി
മുന്നോട്ട് പോകുമ്പോൾ വേറൊരു ക്വസ്റ്റ്യനിൽ എന്തുകൊണ്ടാണ് നോർമൽ റിയാക്ഷൻ 0 ആവുന്നതെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ആൻസർ നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത് 0 ആണ്. അതുകൊണ്ടാണ് ആസ്ട്രോനറ്റിന് വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബോൾ ഓഫ് 0.1 kg mass is dropped from a height of 0.45 meter and rises to a height of 0.20 meter. If it was in contact with the floor for 0.1 second, the net force applied on the floor അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഒരു ബോൾ മുകളിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ അതിന്റെ മൊമെന്റം ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ ഫോഴ്സ് കണ്ടുപിടിക്കാം. എഫ് ഇസ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന ഇക്വേഷൻ വെച്ചിട്ടും നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാവുന്ന. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഇത്തരം കേസിൽ ഒരു ഫ്രീ ഫോളിന്റെ സമയത്ത് ഒബ്ജക്റ്റിന്റെ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് നമുക്ക്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിച്ചിട്ട് p square is equal to u square plus 2as, v square plus 2as. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ സിൻസ് ഇറ്റ് ഈസ് എ ഫ്രീ ഫോൾ, u എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഈ ടേം ഇല്ല. ബാക്കി വരുന്നത് എന്താണ്? v square is equal to 2as. സിൻസ് ഇറ്റ് ഈസ് ഡ്രോപ്പിംഗ് ഫ്രം എ ഹൈറ്റ്, താഴേക്ക് വീഴുകയാണ്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ താഴേക്ക് വീഴുന്നത് കൊണ്ട് ജി പോസിറ്റീവുമാണ്. ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? v square is equal to 2gh. ദാറ്റ്സ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് ഇനി ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2 into g 10 എടുക്കണം എന്ന് നമുക്ക് തന്നിട്ടുണ്ട് ഇൻസ്ട്രക്ഷനിൽ. ഇല്ലാത്ത സമയത്ത് 10ന്റെ കാര്യം പറഞ്ഞിട്ടില്ലെങ്കിൽ 9 പോയിന്റ് എടുത്തിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മളോട് ജിന്റെ വാല്യൂ 10 ആയിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞത് കൊണ്ട് കുഴപ്പമില്ല. 2 into 10 into എത്ര ഹൈറ്റിൽ നിന്നാണ് താഴെ വീഴുന്നത്? 0.45 മീറ്ററിൽ നിന്നാണ് താഴെ വീഴുന്നത്. അപ്പൊ 0.45 ഇപ്പൊ ഇത് എത്രയാണ് വാല്യൂ വരിക? 0.45 into 10 എന്ന് പറഞ്ഞാൽ 4.5 വരും. 4.5 into 2 എന്ന് പറഞ്ഞാൽ 9 ആണ് വരിക. അപ്പൊ v സ്ക്വയറിന്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 9 ആണ്. ഇത് ഏത് കേസാണ്? ഫസ്റ്റ് കേസ്, ഡ്രോപ്പിംഗിന്റെ കേസാണ് അല്ലെ? അതായത് താഴേക്ക് വീണ കേസിലാണ് നമ്മളിപ്പോ എടുത്തത്. ഡ്രോപ്പിംഗ് ആണ്. ഇനി അടുത്ത, അപ്പം ഇതാണ് v സ്ക്വയർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് vയുടെ വാല്യൂ കൂടി കണ്ടുപിടിക്കാം. v is equal to root of v square 9 ആണെങ്കിൽ v എന്തായിരിക്കും? root of 9. അത് നമുക്ക് അറിയാം 3 meter per second ആണ് എന്നുള്ളത്. 3 meter per second. ഓക്കെ. നൗ ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്താണ്? ഇത് വന്ന് താഴെ തട്ടിയിട്ട് തിരിച്ചു പൊങ്ങുകയാണ് വീണ്ടും. അന്നേരത്ത് ജിയുടെ വാല്യൂ നമ്മൾ നെഗറ്റീവ് എടുക്കണം. അപ്പൊ നമുക്ക് തൽക്കാലം ഇപ്പൊ വി കണ്ടുപിടിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് വിയുടെ ഡയറക്ഷൻ എടുക്കുമ്പോൾ നെഗറ്റീവ് എടുത്താൽ മതി. അപ്പൊ നമുക്കത് ചെയ്ത് നോക്കാം. അന്നേരത്ത് എന്താണ് വരിക? അപ്പൊ ഇതിനെ നമുക്ക് v1 കൊടുക്കാം കേട്ടോ. ഇതെന്താണ്? ഡ്രോപ്പിങ്ങിന്റെ സമയത്തുള്ളതാണ് v1. ഇനി നമുക്ക് മുകളിലേക്ക്, താഴെ തട്ടിയിട്ട് മുകളിലേക്ക് പോയ കേസിൽ എന്താ വരിക? സെയിം ഇക്വേഷൻ, സെയിം രീതിയിൽ. ആകെയുള്ള വ്യത്യാസം എന്താണ്? ആകെയുള്ള വ്യത്യാസം വരുന്നത് ഇവിടെ നേരത്തെ താഴേക്ക് വീണു, ഇപ്പോ മുകളിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് ഡയറക്ഷൻ നെഗറ്റീവ് എടുക്കാം. ഇവിടെ ഇക്വേഷൻ ഉപയോഗിക്കുന്നത് സെയിം തന്നെ, താഴെ നിന്ന് തുടങ്ങുകയാണ് മുകളിലേക്ക് പോവാണ്. അപ്പം ഇവിടുത്തെ കേസിൽ നമ്മൾ ഈ എച്ചിന്റെ വാല്യൂ മാറ്റിയിട്ട് 0.45 എന്നുള്ള സ്ഥാനത്ത് 0.20 എന്ന് കൊടുക്കണം. അപ്പം v2 എന്താണ് കിട്ടുക എന്ന് പറയാം. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ v1 എന്ന് പറയുന്നത് ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ടിലെ ഫൈനൽ വെലോസിറ്റി ആണ്.
അതായത് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0, ജസ്റ്റ് ബിഫോർ ടച്ചിങ് ദ ഗ്രൗണ്ട് ഫൈനൽ വെലോസിറ്റി ആണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത്. ഇനി ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആ 0.1 സെക്കൻഡ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് പൊങ്ങാൻ നേരത്തുള്ള ഇനീഷ്യൽ വെലോസിറ്റി ആണ്. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റിനെ മുകളിലേക്ക് എറിയുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ ആദ്യം നമുക്ക് ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണ പോലെ എന്നിട്ട് നമുക്ക് എഴുതാം. എങ്ങനെയാണ് വരിക? ഈ കേസിൽ ഇക്വേഷൻ വരാൻ പോകുന്നത് നേരത്തെ പോലെയല്ല, ചെറിയൊരു വ്യത്യാസം വരും. ഇക്വേഷൻ സെയിം തന്നെയാണ്, പക്ഷെ ഇവിടെ 0 ആവുന്നത് v2 ആണ്. അല്ലെങ്കിൽ v2 തന്നെ എടുക്കാം ഞാൻ. v2 is equal to v2 square is equal to u തന്നെയാണ് ഞാനിപ്പോ എടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ u2 എന്ന് എടുക്കാം, രണ്ടാമത്തെ കേസ് അല്ലേ. u2 പ്ലസ് 2 gh, u2 പ്ലസ് u2 സ്ക്വയർ പ്ലസ് 2gh എന്ന് വരും. അപ്പം ഇവിടെ നമുക്ക് ചെയ്യാവുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇത് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഞാൻ സെക്കൻഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നേരത്തെ പറഞ്ഞത്. അപ്പം ഇത് തേർഡ് ഇക്വേഷൻ ഓഫ് മോഷൻ ആണ്. ഇവിടെ ഫൈനൽ വെലോസിറ്റി ആണ് 0 ആവുന്നത്. മുകളിലേക്ക് പോകുമ്പോൾ ഫൈനൽ വെലോസിറ്റി ആണ് 0 ആവുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, താഴേക്ക് വരുമ്പോൾ ജി പോസിറ്റീവ് ആണെങ്കിൽ മുകളിലേക്ക് വരുമ്പോൾ ജി നെഗറ്റീവ് എടുക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഫൈനൽ ഇത് കിട്ടാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. u2 square is equal to u2 square is equal to ശരിക്കും u2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആവും. അതുപോലെ 2 into g എടുക്കുമ്പോഴും നമ്മൾ നെഗറ്റീവ് എടുക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ രണ്ട് നെഗറ്റീവും കൂടി ക്യാൻസൽ ഔട്ട് ആയിക്കോളും. പക്ഷെ എന്നാലും നമ്മൾ ചേഞ്ച് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. 2g നെഗറ്റീവ് g into h എന്നാണ് വരിക. ദിസ് ഇസ് ഈക്വൽ ടു 2 into ഇപ്പൊ രണ്ട് സ്ഥലത്ത് നെഗറ്റീവ് ഉണ്ട്, അപ്പൊ അത് ക്യാൻസൽ ഔട്ട് ആയിക്കോളും. അപ്പൊ നമുക്ക് എന്താ വരിക? ഈ നെഗറ്റീവ് ഇവിടത്തെ നെഗറ്റീവും കൂടി ക്യാൻസൽ ആയിപ്പോയി. അപ്പൊ നെഗറ്റീവിനെ നമുക്ക് അവിടെ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ജി തന്നെ കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ എന്താണ് വരിക? 2 into 10 into 2 into 10 into h എത്രയാണ് ഇവിടെ? 0.2 ആണ്. 0.2 ഇപ്പൊ എന്ത് വരും? 0.2 into 10 എന്ന് പറഞ്ഞാൽ 2 വരും. 2 into 2 4 വരും. അപ്പൊ u2 എന്ന് പറയുന്നത് എത്രയാ വരിക? u2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ് വരിക. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ദിസ് ഇസ് ഈക്വൽ ടു 4 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. 4 മീറ്റർ പെർ സെക്കൻഡ് ആണ് കിട്ടുക. അപ്പൊ ഇതിന്റെ നമ്മള് u2 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ u2 സ്ക്വയർ ആണല്ലോ 4 മീറ്റർ പെർ സെക്കൻഡ് കിട്ടിയത്. അപ്പൊ നമുക്ക് u2 എന്താണ് കിട്ടുക? അതിന്റെ റൂട്ട് എടുക്കേണ്ടി വരും. റൂട്ട് എടുക്കുമ്പോൾ എത്ര വരും? 2 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പൊ നമ്മൾ രണ്ട് കേസുകൾ നോക്കി. രണ്ട് കേസിൽ ആദ്യത്തേത് താഴേക്ക് വീണപ്പോ എത്രയായിരുന്നു എന്നായിരുന്നു. പിന്നെ നോക്കിയത് മുകളിലേക്ക് തിരിച്ചു പോയപ്പോ എത്രയാണെന്നാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വെലോസിറ്റിയിലുള്ള ചേഞ്ച് ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റിയിലെ ചേഞ്ച് കണ്ടുപിടിച്ചാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ചെയ്താൽ ആക്സിലറേഷൻ കിട്ടും. അപ്പൊ നമുക്ക് അത് ചെയ്യാം. ഇനി ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. അപ്പോ ആക്സിലറേഷൻ എത്രയാണ് വരിക? a is equal to, ഇവിടെ നമ്മൾ എങ്ങനെ എടുക്കണം ആക്സിലറേഷൻ? ആദ്യം 3 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു, പിന്നെ 2 മീറ്റർ പെർ സെക്കൻഡ് ആയി മാറി. ആ 0.1 സെക്കൻഡിന്റെ ഗ്യാപ്പിൽ. അത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ആദ്യം എത്രയായിരുന്നു? ആദ്യം 0.45 ആയിരുന്നു, അത് പിന്നെ 0.2 മീറ്റർ ആയി. എത്ര സമയത്തിന്റെ ഗ്യാപ്പിലാണ്? 0.1 സെക്കൻഡിന്റെ ഗ്യാപ്പിൽ. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ ചേഞ്ച് എടുക്കുമ്പോൾ v2 നോർമലി നമ്മൾ ചേഞ്ച് എടുക്കുന്നത് എങ്ങനെയാണ്? രണ്ട് വെലോസിറ്റീസ് തമ്മിലുള്ള ചേഞ്ച്. ഇപ്പൊ ഇവിടത്തെ കേസിൽ ശരിക്കും എടുക്കേണ്ടത് u2 ആണ് ഫൈനൽ വെലോസിറ്റി ആയിട്ട് വരുന്നത് അല്ല. അപ്പൊ u2 മൈനസ്, ഇപ്പൊ ഒന്നിനെ പോസിറ്റീവ് ആയിട്ട് ഇപ്പൊ നമ്മൾ മുകളിലേക്ക് പോകണമെന്നാണ് പോസിറ്റീവ് ആയിട്ട് എടുക്കണമെങ്കിൽ താഴേക്ക് വീഴുന്നതിന് നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കേണ്ടി വരും. അതായത്
രണ്ടും ഒരേ ഡയറക്ഷനിലല്ലല്ലോ മൂവ് ചെയ്തിട്ടില്ല, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലല്ലേ. അപ്പൊ ആ ഡയറക്ഷണൽ ചേഞ്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ് വരിക, ആ ടൈമും കൊടുക്കുക. ഈ ചേഞ്ച് ഉണ്ടാവാൻ എടുത്ത ടൈമും കൊടുക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ദിസ് ഇസ് ഈക്വൽ ടു, അതായത് നമുക്ക് ഫൈനൽ വെലോസിറ്റി ആയിട്ട്, ഇവിടത്തെ ഫൈനൽ വെലോസിറ്റി ആയിട്ട് ഇത് 2 ആണ്. 2 മൈനസ് 3 എന്ന് പറയുന്നതിന് നെഗറ്റീവ് സൈൻ കൊടുക്കണം. റീസൺ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ് വരിക? 0.1. 0.1. 2 മൈനസ് -3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 പ്ലസ് 3. 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 ഡിവൈഡഡ് ബൈ ദിസ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 0.1. 0.1നെ നമുക്ക് 1/10 എഴുതാം. 1/10 എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 10 മുകളിലേക്ക് പോകുമ്പോൾ ഇത് 50 ആവും. അല്ലെങ്കിൽ 5നെ 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. 50 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. 50 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത്രയും ക്ലിയർ ആണല്ലോ നിങ്ങൾക്ക്? അതായത് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? താഴേക്ക് വീഴുമ്പോൾ ഉള്ള ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിച്ചു, പിന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിച്ചു, എന്നിട്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി ചെയ്തു. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻസ് ആയതുകൊണ്ട് ഡയറക്ഷൻ സൈൻ അതനുസരിച്ച് കൊടുക്കുക. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതിനുശേഷം ആ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കണ്ടുപിടിച്ചു. അതാണ് ആക്സിലറേഷൻ. അപ്പൊ ആക്സിലറേഷന്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോഴ്സ് കണ്ടുപിടിക്കാം. വേറൊരു മെത്തേഡും ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ കിട്ടിയ ആക്സിലറേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നേരത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ F=ma ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ 2 ഇക്വേഷൻ ഉപയോഗിക്കാം നമുക്ക്. വേണമെങ്കിൽ ΔP/ΔTയും ഉപയോഗിക്കാം. അത് വേറെ രീതിയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ F=ma, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ അതായതുകൊണ്ടാണ് കേട്ടോ അത് വെച്ചിട്ട് ചെയ്യണേ. F=ma. F=ma. അപ്പൊ ഇതില് ദിസ് ഇസ് ഈക്വൽ ടു, എമ്മിന്റെ വാല്യൂ എത്രയാണ്? 0.1 ആണ്. 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10 ആണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചേ, നമുക്ക് ഇവിടെ 5 ഡിവൈഡഡ് ബൈ 0.1 കിട്ടുന്നുണ്ട് ഓൾറെഡി. അത് സോൾവ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ വരുമ്പോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ 0.1 ക്യാൻസൽ ചെയ്തോളൂ. ഇപ്പൊ നമ്മൾ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് എയുടെ വാല്യൂ 50 ഇവിടെ കൊടുക്കാം. ഇപ്പൊ 0.1 എന്ന് പറഞ്ഞാൽ 1/10 ആണ്. 1/10 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5 ന്യൂട്ടൺ എന്ന് വരും. അപ്പൊ 0.1നെ നമുക്ക് 1/10 എഴുതാം. 1/10 ഇൻറ്റു 1/10 ഇൻറ്റു 50. That's equal to എത്രയാണ് വരിക? 5 ന്യൂട്ടൺ. അപ്പൊ ആൻസർ ആയിട്ട് വരിക 5 ന്യൂട്ടൺ ആണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. ഓപ്ഷൻ ഡി. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കണു ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്ത മെത്തേഡ് ഞാൻ പറഞ്ഞല്ലോ. ഇതൊന്ന് ഡിഫറെന്റ് ആയിട്ട് ഇവിടെ ചെയ്തേക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കൂ.
V1 ആദ്യം കണ്ടുപിടിച്ചു 3 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി ഡൗൺവേർഡ്, V2 കണ്ടുപിടിച്ചു 2 മീറ്റർ പെർ സെക്കൻഡ് കിട്ടി അപ്വേർഡ്. എന്നിട്ട് ഡെൽറ്റ പി ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എന്താണ്? എം ഇൻറ്റു V2 മൈനസ് V1. അതായത് നമ്മൾ ചെയ്ത അതേ മെത്തേഡ് തന്നെ. P is equal to mv ആണ്. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു V2 മൈനസ് V1 ഡിവൈഡഡ്. അപ്പൊ അത് ഡെൽറ്റ പി ആദ്യം കണ്ടുപിടിച്ചു. അതിനുശേഷം ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ചെയ്തു. അങ്ങനെ ചെയ്താലും നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. അപ്പൊ നമുക്ക് ഏതാണ് ഇതിൽ എളുപ്പമായിട്ട് ഫീൽ ചെയ്യണത് ആ മെത്തേഡിൽ ചെയ്യാം. Okay, next question. A mass is attached to a spring that hangs vertically. The extension produced is 6 centimeter on Earth. Gravity on the moon is 1/6 of the Earth. The extension on moon would be. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിക്കുന്നത് നോർമലി വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എർത്തില് എംജിക്ക് ഇക്വാലന്റ് ആയിട്ടുള്ള എക്സ്റ്റൻഷൻ 6 സെന്റിമീറ്റർ ആണ് വന്നത്. അപ്പൊ മാസും ഗ്രാവിറ്റിയും കൂടി മൾട്ടിപ്ലൈ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണല്ലോ വെയിറ്റ് കിട്ടുക. അപ്പൊ എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആണ്, അതിന്റെ 1/6 അല്ലേ ഉള്ളൂ മൂണില്. അപ്പൊ സ്വാഭാവികമായിട്ടും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1/6 ആയി കഴിഞ്ഞാൽ വെയിറ്റും 1/6 ആയി കുറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അവിടെ സ്പ്രിംഗ് ബാലൻസിൽ കാണിക്കുന്ന എക്സ്റ്റൻഷനും 1/6 ആയിട്ടുണ്ടാവും. അപ്പൊ ഓൾറെഡി 6 ആയിരുന്നു, അതിന്റെ 1/6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 സെന്റിമീറ്റർ. അതാണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. ഇതാണ് extension is proportional to g, അതായത് വെയിറ്റിന് പ്രൊപ്പോർഷണൽ ആണ്. സിൻസ് g becomes 1/6, extension also become 1/6. അടുത്ത ക്വസ്റ്റ്യൻ. Two planets orbit the sun in circular orbits with radii r1 is, or first one in the radii r1 is equal to r ഉം second one in the radii r2 is equal to 4r ഉമാണ്. ഇതിന്റെ ടൈം പീരീഡ് തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും എന്നാണ്. അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ കെപ്ലേഴ്സ് ലോ എന്ന് പറഞ്ഞിട്ട് പ്ലാനറ്ററി മോഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് 3 ലോസ് പഠിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു, ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടൈം പീരീഡിന്റെ സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. ടി സ്ക്വയർ ഈസ് പ്രപ്പോർഷണൽ ടു ആർ ക്യൂബ്. അപ്പൊ ടി ആണെങ്കിലോ ടി ഈസ് പ്രപ്പോർഷണൽ ടു, ഈ ഇവിടുത്തെ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോ റൂട്ട് ആവുമല്ലോ. അപ്പൊ ഇങ്ങനെയാണ് വരിക, ആർ റേസ് ടു 3 ഡിവൈഡഡ് ബൈ 2, 3 ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. അപ്പൊ നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാലോ, T1 എന്ത് വരും? T1 ഈസ് പ്രപ്പോർഷണൽ ടു R1 is equal to R എന്ന് പറഞ്ഞു. അപ്പൊ T1 is directly, അത് നേരിട്ട് കൊടുക്കാം നമുക്ക്. T1 is proportional to 3/2. T1 is proportional to R raised to 3/2. ഇനി T2 ആണെങ്കിലോ, T2 ആവുമ്പോ ആറിന്റെ സ്ഥാനത്ത് 4R കൊടുക്കണം. അത് അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. T2 is proportional to 4R the whole raised to 4R the whole raised to 3 divided by 3 divided by 2. എന്താണ് റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ? ബൈ 2 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് എന്നാണ്. അപ്പൊ ഇത് ഫലത്തിൽ ഇതിന്റെ അർത്ഥം എന്താണ്? ദിസ് ഇസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഓഫ് 4R. അതായത് 3/2ലെ 1/2ന്റെ മീനിങ് ആണ് റൂട്ട് ഓഫ് 4R. റൂട്ട് ഓഫ് 4R ദ ഹോൾ ക്യൂബ് എന്നാണ് ഇതിന്റെ അർത്ഥം. അതായത് 4R റേസ് ടു 3/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് 4R ദ ഹോൾ ക്യൂബ് എന്നാണ്. 1/2നെ നമ്മൾ റൂട്ട് ആയിട്ട് എഴുതി. അപ്പം റൂട്ട് ഓഫ് 4R എന്ന് പറഞ്ഞാൽ ഇതും നമുക്ക് അങ്ങനെ തന്നെ എഴുതാം കേട്ടോ. റൂട്ട് ഓഫ് ഇവിടെ റൂട്ട് ഓഫ് 4R ഉണ്ട്, ഇവിടെ റൂട്ട് ഓഫ് 4R ഉണ്ടാവില്ല, റൂട്ട് ഓഫ് R ഉണ്ടാവുള്ളൂ. കാരണം റേഡിയസ് 6 ആണെന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ നമുക്ക് ഇതെടുക്കുമ്പോ റൂട്ട് 6ന്റെ ക്യൂബ് എന്ന് വരും. ഇവിടെ 6ന്റെ ക്യൂബ് എന്ന് വരും.
ഇവിടെ √4r ക്യൂബിന് വരും. അപ്പൊ നമുക്ക് ദിസ് ഇസ് പ്രപ്പോർഷണൽ ടു √4 എത്രയാണ്? 2 ആണ്. 2 √r എന്ന് പറഞ്ഞാൽ നമുക്ക് √r എന്ന് തന്നെ എഴുതാൻ പറ്റുള്ളൂ, കാരണം നമുക്ക് വാല്യൂ അറിയില്ലല്ലോ. ദ ഹോൾ ക്യൂബ്. ഇവിടെ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരിക? ദിസ് ഇസ് ഈക്വൽ ടു √2 ക്യൂബ് എത്രയാണ്? 8 വരും. 8 √8 ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഹോളില് 2ന്റെ ക്യൂബ് നമ്മൾ ഓൾറെഡി എടുത്തോണ്ട് √r ക്യൂബ് മാത്രം എടുത്താൽ മതി. ഇനി നിങ്ങൾ ഇത് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇതാണ് ഫസ്റ്റ് വണ്ണിന്റെ T1 എന്ന് പറയുന്നത്. ഇതാണ് √r ദ ഹോൾ ക്യൂബ്. ഇവിടെ ആണെങ്കിലോ √r മാത്രമല്ല ഉള്ളത്, 8 √r ദ ഹോൾ ക്യൂബ് എന്നാണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്താണ് വരിക? T1 എന്ന് പറയുന്നത് √r ദ ഹോൾ ക്യൂബും T2 എന്ന് പറയുന്നത് 8 √r ദ ഹോൾ ക്യൂബും ആണ്. അപ്പൊ എന്താ നമുക്ക് റേഷ്യോ കിട്ടുക? T1 ഡിവൈഡഡ് ബൈ T2 എന്ന് പറയുമ്പോൾ റേഷ്യോ വരുമ്പോൾ പ്രപ്പോർഷണാലിറ്റി സൈനിലെ കോൺസ്റ്റന്റ് ഒക്കെ ക്യാൻസൽ ഔട്ട് ആയിക്കോളും. അപ്പൊ പിന്നെ നമുക്ക് എന്ത് എഴുതാം? T1 ഡിവൈഡഡ് ബൈ T2 ഇസ് ഈക്വൽ ടു എന്ന് എഴുതാം. പ്രപ്പോർഷണാലിറ്റി സൈനിലെ കോൺസ്റ്റന്റ് രണ്ടിലും തുല്യമായിരിക്കുമല്ലോ, അപ്പൊ അത് ക്യാൻസൽ ആയിക്കോളും. അപ്പൊ എന്താ വരിക? ഒന്നില് √r ദ ഹോൾ ക്യൂബ് എന്നാണ് നമുക്ക് ഉള്ളത്. √r T1 എന്ന് പറയുന്നത് √r ക്യൂബാണ്. T2 എന്ന് പറയുന്നത് 8 √r ക്യൂബാണ്. അപ്പം √r ക്യൂബ് ക്യാൻസൽ ചെയ്ത് പോയിക്കോളില്ലേ. പിന്നെ എന്താ വരിക? 1/8 എന്നാണ് വരിക. അതായത് ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരിക, കറക്റ്റ് ഓപ്ഷൻ ആവുക. ഇപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് കെപ്ലേഴ്സ് ലോ ആണ്. കെപ്ലേഴ്സ് ലോയുടെ ഇക്വേഷൻ ആണ്. എന്താണ് ടൈം പീരീഡും റേഡിയസ് ഓഫ് ഓർബിറ്റും തമ്മിലുള്ള റിലേഷൻ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. മെയിൻ ആയിട്ട് പ്ലാനറ്ററി മോഷനിൽ 3 കാര്യങ്ങളാണ് കെപ്ലേഴ്സ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഈ 3 ലോസ് ആണ് കെപ്ലേഴ്സ് ലോസ് ഉള്ളത്. അതിൽ ഒന്നാമത്തത് എന്ന് പറയുന്നത് ഈ പ്ലാനറ്ററി എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണ്. സർക്കുലർ ഓർബിറ്റ് അല്ലെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെന്നുള്ളതാണ്. രണ്ടാമത്തതിൽ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മൾ ഒരു പ്ലാനറ്റിനെ ഇങ്ങനെ ഒരു എലിപ്സോയിഡൽ ഓർബിറ്റ് വരച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ ഇവിടെയാണ് അതിന്റെ ആ പ്ലാനറ്റിന്റെ പ്ലാനറ്റ് ഏത്? ഇപ്പൊ സണ്ണാണ്. നമ്മളിപ്പം എന്താ പറയാ, സോളാർ സിസ്റ്റം ആണ് എടുക്കണമെങ്കിൽ സൺ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മുടെ പ്ലാനറ്റ് ഇപ്പൊ ഇവിടെയാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇത് സണ്ണാണ്. ഇത് സണ്ണാണ്. നമ്മുടെ പ്ലാനറ്റ് ഇപ്പൊ ഇവിടെയാണ്. നമ്മുടെ പ്ലാനറ്റ് ഇപ്പൊ ഇവിടെയാണെങ്കിൽ നമ്മൾ സണ്ണിൽ നിന്ന് ഈ പ്ലാനറ്റിലേക്ക് ഇപ്പൊ ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാല് ഇതാണ് സണ്ണിൽ നിന്ന് പ്ലാനറ്റിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ലൈൻ. കുറച്ച് കഴിഞ്ഞപ്പം ഈ പ്ലാനറ്റ് സണ്ണിന്റെ ഈ പൊസിഷനിൽ നിന്ന് മാറിയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ സണ്ണിന് വെച്ചിട്ട്. ഇപ്പൊ ഇവിടത്തെ പൊസിഷനിലെത്തി, ഈ ഒരു പൊസിഷനിലെത്തി എന്ന് വിചാരിച്ചോ. അപ്പൊ നമ്മള് അങ്ങോട്ട് സോറി അതിനെ ഇപ്പോ ഉള്ള റീജിയനെ കണക്ട് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സണ്ണും ആ പ്ലാനറ്റും തമ്മിലുള്ള ലൈൻ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. ഇതിന് ഇടയിലുള്ള ഈ ഏരിയ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ നമ്മൾ വരച്ച ഇത് ഈ ഒരു ഏരിയ, ഇതിന് ചുറ്റുമുള്ള ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഇത് കവർ ചെയ്ത ഏരിയ, ഇതിനെയാണ് ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പം പ്ലാനറ്റ് സണ്ണിൽ നിന്ന് ഒരുപാട് അകലെയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ ഈ പ്ലാനറ്റ് സൺ അവിടെ തന്നെ നിൽക്കുകയാണ്.
പ്ലാനറ്റ് കുറച്ചുകൂടി സണ്ണിന്റെ അടുത്തേക്ക് വന്നു എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിപ്പം ഈ ഒരു പോയിന്റിലാണ് ഇപ്പൊ പ്ലാനറ്റ് ഉള്ളത്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ പ്ലാനറ്റ് കുറച്ചുകൂടി സണ്ണിൽ നിന്ന് കുറച്ചുകൂടി അടുത്തേക്ക്, അതായത് ഈ പ്ലാനറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ഈ സണ്ണിനെയും പ്ലാനറ്റിനെയും കണക്ട് ചെയ്യുന്ന ലൈൻ വരച്ചാല് ഇപ്പൊ ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ വരച്ചു. അതിന് ഉള്ളിലുണ്ടല്ലോ ഒരു ഏരിയ, അതായത് ഈ ഒരു ഏരിയ, ഈ ഒരു ഭാഗം. അപ്പോ അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് ലോ ഈ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നതിനെ നമ്മൾ A1ഉം, ഈ ഒരു ഏരിയനെയാണ് കേട്ടോ ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയനെ നമ്മൾ A2 എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ കെപ്ലറുടെ ലോ പ്രകാരം കെപ്ലർ പറയുന്നത് ഓരോ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിലും ഇത് കീപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ പ്ലാനറ്റ് ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ എടുത്ത സമയവും ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ എടുത്ത സമയവും തുല്യമാണ്. പക്ഷെ നിങ്ങൾ കണ്ടാൽ അറിയാം, ഏരിയ കാണുമ്പോൾ നമുക്ക് ഈക്വൽ ആണെന്ന് തോന്നില്ല. പക്ഷെ അക്കോർഡിംഗ് ടു കെപ്ലേഴ്സ് ലോ ഈ രണ്ട് ഏരിയയും തുല്യമായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പ്ലാനറ്റ് ഒരേ വെലോസിറ്റിയോടെ അല്ല സണ്ണിന് ചുറ്റും കറങ്ങുന്നത്. ദൂരേക്ക് പോകുമ്പോൾ, അതായത് സണ്ണിൽ നിന്ന് അകലെ ആയിരിക്കുമ്പോൾ ഈ പ്ലാനറ്റിന്റെ വെലോസിറ്റി കുറവായിരിക്കും. സണ്ണിനോട് അടുത്ത് വരുമ്പോൾ പ്ലാനറ്റിന്റെ വെലോസിറ്റി കൂടുതലായിരിക്കും. എന്നാലും മാത്രമേ ഈ ഏരിയകൾ തുല്യാവുള്ളൂ. ഇതും കെപ്ലറുടെ ലോ തന്നെയാണ്. അപ്പൊ പ്ലാനറ്ററി മോഷനിൽ ഒരു ലോ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആണെന്നുള്ളതാണ്. രണ്ടാമത് ഏരിയൽ വെലോസിറ്റി സെയിം ആയിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് നേരത്തെ നമ്മൾ ചെയ്തത്, ടൈം പീരീഡ് എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ശരിക്കും. പക്ഷെ റേഡിയസ് ആയതുകൊണ്ട് നമുക്ക് നേരിട്ട് ചെയ്താലും കുഴപ്പമില്ല. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സെമി മേജർ ആക്സിസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. പക്ഷെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളിപ്പോ ചെയ്ത രീതിയിൽ തന്നെ ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ലോ എന്തായിരുന്നു? എലിപ്റ്റിക്കൽ ഓർബിറ്റ് ആയിരിക്കും. രണ്ടാമത്തത് ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്യുന്ന ഏരിയൽ വെലോസിറ്റി സെയിം ആയിരിക്കും. മൂന്നാമത്തത് ടൈം പീരീഡ് എന്ന് പറയുന്നത് റേഡിയസിന്റെ എടുക്കും. നമ്മളിപ്പം സെമി മേജർ ആക്സിസ് എന്ന് പറയുകയാണെങ്കിൽ റേഡിയസ് എടുത്താലും കുഴപ്പമില്ല. എലിപ്സ് ആയതുകൊണ്ടാണ്, സാധാരണ സർക്കിളിനല്ലേ റേഡിയസ് പറയാറ്. എലിപ്സ് ആയതുകൊണ്ടാണ് നമ്മൾ സെമി മേജർ ആക്സിസ് എന്നൊക്കെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഇവിടെ നമുക്ക് റേഡിയസിന് എടുക്കാം. ഇപ്പൊ റേഡിയസിന് ക്യൂബിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ടൈം പീരീഡിന്റെ സ്ക്വയർ റേഡിയസിന്റെ ക്യൂബിന് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇത് മൂന്നുമാണ് കെപ്ലേഴ്സ് ലോ വരുന്നത്. അപ്പൊ നമ്മൾ ഇനി മുന്നോട്ടുള്ള ക്വസ്റ്റ്യൻസിലും ചിലപ്പോൾ നമുക്ക് ഇത് ആവശ്യം വന്നേക്കും. അപ്പൊ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് വൺ, പ്ലാനറ്ററി മോഷനിൽ പ്ലാനറ്റ് ഒരു ഇപ്പൊ സണ്ണിന് ചുറ്റും കറങ്ങുന്നത് എലിപ്റ്റിക്കൽ പാത്തിലാണ്. രണ്ടാമത്തത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഏരിയ ആണ് സ്വെപ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏരിയൽ വെലോസിറ്റി സെയിം ആണ്. മൂന്നാമത്തത് ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഓർബിറ്റിന്റെ റേഡിയസിന്റെ ക്യൂബിന് പ്രപ്പോർഷണൽ ആണ്. ഇത് മൂന്നുമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളിപ്പോ ചെയ്തത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If distance between two objects doubles gravitational force, distance കൂടെ gravitational force ന്റെ ഇക്വേഷൻ അതായത് F is equal to gm1 m2 divided by r square എന്നാണ് gravitational force ന്റെ ഇക്വേഷൻ എന്ന് നമുക്കറിയാം. അപ്പോ അത് ഇന്ന് നമുക്ക് എന്ത് പറയാം? F is equal to g m1 m2 divided by ആർ സ്ക്വയർ എന്നോ ഡി സ്ക്വയർ എന്നോ എങ്ങനെയാന്ന് വെച്ചാൽ എടുക്കാം. ഇവിടെ എന്താണ് പറഞ്ഞത്? ഇപ്പൊ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രോബ്ലംസ് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു ഇത് തന്നെ. ഇപ്പൊ നമ്മൾ ജി m1 m2 ഡിവൈഡഡ് ബൈ എന്ത് മാറ്റമാണ് വന്നിട്ടുണ്ടാവുക ഇതിന്? gm1 m2 ഡിവൈഡഡ് ബൈ ആറിന്റെ സ്ഥാനത്ത് ഇപ്പോ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്തത് കൊണ്ട് നമുക്ക് 2r എന്ന് കൊടുക്കേണ്ടി വരും. 2r ദ ഹോൾ സ്ക്വയർ. അപ്പൊ എന്ത് വ്യത്യാസം വരും? 2r ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ
നേരത്തെ ഉണ്ടായതിൽ നിന്നുള്ള വ്യത്യാസം, നേരത്തെ നമ്മൾ ജി M1 M2 ഡിവൈഡഡ് ബൈ, നേരത്തെ ഉണ്ടായിരുന്നത് ഫസ്റ്റ് വണ്ണിലെ കേസിൽ ഉണ്ടായിരുന്നത് 6 ആയിരുന്നെങ്കിൽ ഇപ്പൊ 4R² ആയിരുന്നെങ്കിൽ ഇപ്പൊ 4R² എന്നായി. അതായത് നേരത്തെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് നേരത്തെക്കാളും ഫോഴ്സ് 1/4 ടൈംസ് ഡിക്രീസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോ ഇതുപോലെ തന്നെ ഇപ്പൊ ഡിസ്റ്റൻസ് ഡബിൾ ചെയ്യാണ് ചെയ്തത്. ഇതേപോലെ തന്നെ ഡിസ്റ്റൻസ് ഹാഫ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഡിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറയുമെന്നും ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് കൂടുമെന്നും ഇത് രണ്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്തരം പ്രോബ്ലം വരുമ്പോൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. ഇപ്പൊ ഇവിടെ കണ്ടില്ലേ, സെയിം, ഡബിൾസ്, ഹാഫ്സ് ബിക്കം 1/4, 1/4. ഇതിൽ സെയിമും അല്ല ഡബിൾസും അല്ല എന്നറിയാം. സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവുന്നില്ലെന്നും ഡബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിക്കുന്നു എന്നാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഡിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഫോഴ്സ് കൂടില്ല, കുറയാണ് ചെയ്യുക. അപ്പൊ പിന്നെ രണ്ട് ഓപ്ഷൻ ഹാഫ്സും ബിക്കംസ് 1/4 ആണ്. അപ്പൊ അതിലേതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരും. ഇത് ഇക്വേഷൻ പഠിപ്പിച്ചപ്പോഴേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഇക്വേഷനിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ആണ് വരിക. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം. If the moon is brought closer to the earth such that its distance from the earth becomes half of the original distance. ഇപ്പൊ ചെയ്തതിന്റെ നേരെ റിവേഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ 2R² എന്ന് കൊടുത്തതിന് R/2 2 എന്ന് കൊടുക്കേണ്ടി വരും. അന്നേരത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താവും? ഡബിൾ ചെയ്താൽ ഫോഴ്സ് 1/4 ആവും. ഹാഫ് ചെയ്ത് ഡിസ്റ്റൻസ് ഹാഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് 4 ടൈംസ് ആവും. അതായത് ഇൻക്രീസസ് 4 ടൈംസ് ഇറ്റ്സ് ഒറിജിനൽ വാല്യൂ. അതാണ് നമുക്ക് വരിക. കാരണം ഡിസ്റ്റൻസ് പകുതിയാക്കി കഴിഞ്ഞാൽ ഫോഴ്സ് കൂടുകയാണ് ചെയ്യുക. എത്ര കൂടും? 4 ടൈംസ് കൂടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദി എർത്ത് സർഫസ് ഡിപ്പെൻഡ്സ് അപ്പോൾ, നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ അറിയാലോ, G = Gm/R². അപ്പൊ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെയും, എർത്തിന്റെ മാസിനെയും റേഡിയസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ബോത്ത് മാസ് ആൻഡ് റേഡിയസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. Weight of an object is due to net force acting on it, total of all forces, force it exerts on the ground, പിന്നെ ഇനർഷ്യ. ഇതിൽ എന്താണ്? ഫോഴ്സ് എക്സേർട്സ് ഓൺ ദ ഗ്രൗണ്ട് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. കാരണം ടോട്ടൽ ഓഫ് ഓൾ ഫോഴ്സസോ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ഇറ്റോ ആയിരിക്കില്ല. അതിൽ വേറെ ഫോഴ്സുകൾ ആക്ട് ചെയ്യാമല്ലോ. എന്താണ് ആക്ട് ചെയ്യുന്നത്? ശരിക്കും ഗ്രൗണ്ടിൽ ഇത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഇതിന്റെ വെയിറ്റ് ആയിട്ട് നമ്മൾ പറയാം. അത് ന്യൂട്ടന്റെ തേർഡ് ലോ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An object weighs 9 Newton on the surface of the earth. What would be its weight when measured on the surface of a planet where the acceleration due to gravity is 9 times that on the surface of the earth? Simple ആണ്. W = mg. വെയിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതാണ്. W = mg. W = mg. എർത്തില് ജിയുടെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ 9 ന്യൂട്ടൺ ആയിരുന്നു. ഇനി വേറൊരു പ്ലാനറ്റിൽ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഗ്രാവിറ്റി ചേഞ്ച് ഉണ്ടാവും. കൂടുതലാവാം, കുറവാവാം. ഇപ്പൊ നമുക്ക് തന്നിട്ടുള്ളതിൽ ഗ്രാവിറ്റിയിൽ കൂടുതലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മാസിൽ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. പക്ഷെ ഗ്രാവിറ്റി എത്ര ടൈംസ് ആയി? നേരത്തെ ഉണ്ടായതിന്റെ 9 മടങ്ങായി. അപ്പൊ 9 ടൈംസ് ആയി. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഈ 9നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് വരും? 9 mg. അതായത് നേരത്തെ ഉണ്ടായതിന്റെ ഇതായിരുന്നല്ലോ നമുക്ക് എർത്തിൽ കിട്ടിയ വെയിറ്റ്, അതിന്റെ 9 ടൈംസ് ആയി. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇത് ക്ലിയർ ആണല്ലോ? ഇതൊക്കെ വളരെ സിമ്പിൾ ആണ്. ഇക്വേഷൻ ഒന്നും എഴുതാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റണം. ഓക്കെ, W = mg ആണ്. അപ്പൊ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു G. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ കിട്ടണത്. അടുത്ത ക്വസ്റ്റ്യൻ.
A man inside an artificial satellite feels weightlessness because the force of attraction due to Earth is. അപ്പം ഇതുപോലെ തന്നെ നമ്മൾ കുറച്ചു നേരത്തെ പറഞ്ഞതാണ് ISS എന്തുകൊണ്ടാണ് ഒരാൾക്ക് വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നത്. അന്നേരത്തെ നമ്മൾ പറഞ്ഞു നോർമൽ റിയാക്ഷൻ സീറോ ആണെന്ന്. നോർമൽ റിയാക്ഷൻ സീറോ ആവാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ എർത്തിന്റെ ഗ്രാവിറ്റി ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറുകയാണ്. അപ്പൊ പിന്നെ അത് നോർമൽ റിയാക്ഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്. കണ്ടോ, ഗ്രാവിറ്റി പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, സോ നോ നോർമൽ റിയാക്ഷൻ. അപ്പൊ ഞാൻ അന്നേരത്തെ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് നോർമൽ റിയാക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതിന് കാരണം ഇതാണ്, എർത്ത് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ അല്ലെങ്കിൽ ISSലൊക്കെ എർത്ത് ഗ്രാവിറ്റി അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഗ്രാവിറ്റി ആണ് ഇത് എർത്തിന് ചുറ്റും റിവോൾവ് ചെയ്യാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഒരു ഒബ്ജക്റ്റിനും നോർമൽ റിയാക്ഷൻ ഫീൽ ചെയ്യില്ല. നോർമൽ റിയാക്ഷൻ ഇല്ലാത്തിടത്തോളം വെയിറ്റും ഫീൽ ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ മിസൈൽ ഇസ് launched with velocity less than escape velocity, the sum of its kinetic and potential energy is. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നോർമലി പറയാറുണ്ട് എനർജി നെഗറ്റീവ് ആവില്ല എന്ന്. പക്ഷെ ഈ കേസിൽ നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ, മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ഒബ്ജക്റ്റിന്റെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ എനർജി, ഈ കേസിൽ നമുക്കറിയാം ഒരു വസ്തുവിന്റെ ടോട്ടൽ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും സമ്മാണ്. ഹാഫ് mv². അപ്പൊ ഇവിടെ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതിപ്പോ എങ്ങോട്ട് പോവാനാണ് ശ്രമിക്കുന്നത്? ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോവാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഇതിൽ ആക്ട് ചെയ്യപ്പെടുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് GM, ക്യാപിറ്റൽ M എന്ന് പറയുന്നത് എർത്തിന്റെ ആണ് കേട്ടോ, സ്മോൾ m എന്ന് പറയുന്നത് ആ ഒബ്ജക്റ്റിന്റെ ആണ്. GMM/r ആയിരിക്കും. നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്നും അറിയണമെന്നില്ല, ഞാൻ പറയാണ്. അപ്പോ ഈ GMM/r വലുതാണ് ½ mv² എങ്കിൽ മാത്രമേ ഈ ഒബ്ജക്റ്റിന് പുറത്തേക്ക് പോവാൻ പറ്റുള്ളൂ. പക്ഷെ ഈ കേസിൽ ഉണ്ടാവുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് GMM/r ചെറുതായിരിക്കും ½ mv². അതായത് എസ്കേപ്പ് വെലോസിറ്റിക്ക് ഈക്വൽ ആയാൽ മാത്രമേ ഈ GMM/r അത്രയെങ്കിലും എത്തുള്ളൂ. എസ്കേപ്പ് വെലോസിറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ GMM/r വലുതാവുള്ളൂ. അപ്പൊ സ്വാഭാവികമായും ഇവർ തന്നേക്കുന്ന കണ്ടീഷൻ എന്താണ്? ഈ വെലോസിറ്റി എന്ന് പറയുന്നത് എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറവാണ്. എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈമിനേക്കാൾ ചെറുതാണ് ½ mv². അപ്പൊ സ്വാഭാവികമായും -GMM/r ആണ് വലുതെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താവാനാണ് സാധ്യത? നെഗറ്റീവ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഇതൊരു ബൗണ്ട് സിസ്റ്റം എന്നാണ് പറയാ. ഇതൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന കണ്ടീഷൻസ് അല്ല. ഇപ്പം എർത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എസ്കേപ്പ് വെലോസിറ്റി ഇല്ല എന്ന് വെച്ചാൽ ആ സിസ്റ്റം ബൗണ്ട് ചെയ്യും, എർത്തുമായിട്ട് ബൗണ്ടഡ് ആണ്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, എർത്തിൽ നിന്ന് പുറത്തേക്ക് പോവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. എസ്കേപ്പ് വെലോസിറ്റിയും വിക്ക് ഈക്വൽ ആവുകയാണെങ്കിൽ ഈ ടോട്ടൽ എനർജി സീറോ ആയിരിക്കും. എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കൂടുതലാണ് വെലോസിറ്റി എങ്കിൽ ഈ ടോട്ടൽ എനർജി പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സിസ്റ്റം പുറത്തേക്ക് പോകും. എസ്കേപ്പ് വെലോസിറ്റിയേക്കാൾ കുറവാണ് ഈ പ്രൊജക്ട് ചെയ്ത വെലോസിറ്റി എങ്കിൽ ഈ സിസ്റ്റം എർത്തിൽ നിന്ന് പുറത്തേക്ക് പോവില്ല, ബൗണ്ടഡ് ടു എർത്ത് ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പറയാ ടോട്ടൽ എനർജി നെഗറ്റീവ് ആണ് എന്നാണ്. സം ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി ആണ്, അത് നെഗറ്റീവ് ആണെന്നാണ് നമ്മൾ പറയാ. ഈ സിസ്റ്റത്തിനെ പറയാ ബൗണ്ട് സിസ്റ്റം എന്നാണ്. ബൗണ്ട് സിസ്റ്റം. The velocity with which a projectile must be fired so that it escapes the Earth's gravitation does not depend on എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to √2gm/r ആണ്. ഇത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്?
ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് അതൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ നോക്കണ്ട. പിന്നെ മാസ് ഓഫ് ദി എർത്തിനെയും റേഡിയസ് ഓഫ് ദി എർത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്തിനെയൊക്കെയാണ് നോക്കിയേ, മാസ് ഓഫ് ദി എർത്ത് ഉണ്ട്, മാസ് ഓഫ് പ്രൊജക്ടൈൽ ഉണ്ട്, റേഡിയസ് ഓഫ് പ്രൊജക്ടൈൽസ് ഓർബിറ്റ് ഉണ്ട്, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇപ്പൊ ഇത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത്? ഇത് ഡിപ്പെൻഡ് ചെയ്യാത്തത് മാസ് ഓഫ് ദി പ്രൊജക്ടൈൽ, ആ ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനൊക്കെയാ ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസ് ഓഫ് ദി എർത്തും റേഡിയസ് ഓഫ് ദി പ്രൊജക്ടൈൽസ് ഓർബിറ്റ്, അതാണ് R എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ. അപ്പൊ ആ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ, ഇതിന് ഒരു ഇക്വേഷനും കൂടി ഉണ്ട് കേട്ടോ. ഇങ്ങനെ എഴുതാം, ഇല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നത് എസ്കേപ്പ് വെലോസിറ്റി v is equal to root of 2g, ഇവിടെ g സ്മോൾ ആണ്, g r എന്നാണ്, റൂട്ട് ഓഫ് 2gr. ഇങ്ങനെയും എഴുതാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ടേമിൽ എഴുതുകയാണെങ്കിൽ. ഈ രണ്ട് രീതിയിലും നമുക്ക് എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, next question. A line drawn from the sun to a planet moving around it sweeps over a fixed area in a given interval of time. This is according to, നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തതല്ലേ ഇത്, നമ്മൾ സണ്ണിൽ നിന്ന് ഒരു പ്ലാനറ്റിലേക്ക് ലൈൻ വരച്ചിട്ട്. അപ്പൊ ഇത് ഏത് ലോ ആണ്? കെപ്ലേഴ്സ് ലോ. ഓപ്ഷൻ എ ആണ് കെപ്ലേഴ്സ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ, the square root of time period of a revolution of a planet around the sun is എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂബ് ഓഫ് ദ ഡിസ്റ്റൻസ്. ഇതും നമ്മൾ പറഞ്ഞതാണ്, ഇതും കെപ്ലേഴ്സ് ലോയിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, യൂണിറ്റ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ഓഫ് എ സ്പ്രിംഗ് ഈസ്. ഫോഴ്സ് കോൺസ്റ്റന്റ് കെ ഓഫ് എ സ്പ്രിംഗ് എന്താണ്? നമുക്കറിയാം, ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മള് ഫോഴ്സിന്റെ, ഈ സ്പ്രിങ്ങിന്റെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ്. ആ നെഗറ്റീവ് എന്നുള്ളത് ഫോഴ്സ് വെക്ടർ ആയതുകൊണ്ട് മാത്രം നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഈ കോൺസ്റ്റന്റിന്റെ കേസിൽ അത് ഇമ്പോർട്ടന്റ് അല്ല കേട്ടോ, കോൺസ്റ്റന്റിന്റെ യൂണിറ്റിന്റെ കേസിൽ. ഈ കെ എന്ന് പറയുന്നതാണ് ഇവര് പറയുന്ന ഫോഴ്സ് കോൺസ്റ്റന്റ് കെ. അപ്പം ഈ ഫോഴ്സ് കോൺസ്റ്റന്റ് കെയുടെ ഇക്വേഷൻ എന്ത് വരും? കെ ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് എഫ് ബൈ എക്സ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ. അപ്പോൾ നമുക്ക് അങ്ങനെ ആകുമ്പോൾ യൂണിറ്റ് ഓഫ് കെ എന്താ വരിക? യൂണിറ്റ് ഓഫ് കെ എന്ന് പറയുന്നത്, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണും ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മീറ്ററുമാണ്. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ യൂണിറ്റ് ഓഫ് കെ ഈസ് ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ. ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ ബി. അപ്പൊ ഇതും ഇക്വേഷൻ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം നിങ്ങൾ. അപ്പൊ ആ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫോഴ്സ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് കെ എക്സ് എന്നാണ് ഇക്വേഷൻ. അതിൽ നിന്ന് കെയുടെ ഇക്വേഷൻ എഴുതിയിട്ട് അതിൽ നിന്ന് വേണം നമുക്ക് അതിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, length of a simple pendulum becomes 4 times the original length if initial time period is t, then the new time period is. ഇത് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താ? ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, ടൈം പീരീഡ് t is equal to 2 pi root of L divided by G. ഇതിൽ ശരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ബാക്കി എല്ലാം കോൺസ്റ്റന്റ്സ് ആണ് ഇൻക്ലൂഡിങ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. L മാത്രമാണ് ഒരു വേരിയബിൾ ആയിട്ട് വരുന്നത്. അപ്പം നോർമലി ടൈം പീരീഡ് ഇതാണ്.
ഇപ്പൊ ഈ സ്പെഷ്യൽ കേസിൽ ഇവരെന്താ പറഞ്ഞേ, ടി പ്രൈം എടുക്കാം നമുക്ക് അതിന്, അല്ലെങ്കിൽ T1 എന്തെങ്കിലും എടുക്കാം. ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്, 2π റൂട്ട് ഓഫ് എല്ലിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 4 ടൈംസ് ഒറിജിനൽ ലെങ്ത് അല്ലെ, അപ്പൊ 4L ഡിവൈഡഡ് ബൈ G എന്ന് വരും. 4L ഡിവൈഡഡ് ബൈ G. റൂട്ട് ഓഫ് 4 എത്രയാണ്, 2 ആണ്. അപ്പൊ ഈ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ആ റൂട്ടിന്റെ അകത്തുനിന്ന് 4നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2 എന്ന് കിട്ടും. പിന്നെ ബാക്കിയുള്ളത് എന്താണ്, 2 ഇൻറ്റു 2π, അതായത് നേരത്തെ വാല്യൂ തന്നെ, 2π റൂട്ട് 4 മാത്രമാണ് നമ്മൾ പുറത്തേക്ക് എടുത്തത്. 2π റൂട്ട് ഓഫ് L ബൈ G എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. 2π റൂട്ട് ഓഫ് L ബൈ G, ജിയും റൂട്ടിനകത്താണ്. 2π റൂട്ട് ഓഫ് L ബൈ G എന്ന് വരും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കി, ഈ 2π റൂട്ട് ഓഫ് L ബൈ G എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉണ്ടായിരുന്നതല്ലേ ടൈം പീരീഡ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് 2, നേരത്തെ ടൈം പീരീഡ് തന്നെയാണ് ബാക്കിയുള്ള 2π റൂട്ട് ഓഫ് L ബൈ G, 2t, അതായത് ഓപ്ഷൻ ബി ആണ് ഇതിൽ ആൻസർ ആയിട്ട് വരിക. ഇതിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ കൂടുതലും ഒരു ന്യൂമറിക്കൽ എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതുപോലെ ആയിരിക്കും വരിക. ന്യൂമറിക്കൽ വെച്ച് നമുക്ക് അധികം ആൻസർ, അതായത് ഒരു ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ളതിനേക്കാളും ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഉത്തരത്തിലേക്ക് എത്തുക എന്നുള്ള രീതിയായിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ, ഇവിടെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്തിനു റൂട്ട് എല്ലിന് പ്രൊപ്പോർഷണൽ ആണ്. അപ്പം റൂട്ട് 4 അത് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഇക്വേഷൻ ഫുൾ എഴുതിയിട്ടാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നോക്ക്. The diagram shows a pendulum at different positions P, Q, R, S, T. Which statement is true? ഇതില് പൊട്ടൻഷ്യൽ എനർജി മിനിമം ആവുന്നത് എപ്പോഴാണ്, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജിക്ക് എന്ത് സംഭവിക്കും, പൊട്ടൻഷ്യൽ എനർജി കൂടും. ഹൈറ്റ് കുറയും തോറും പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പൊ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഈ P എന്ന് പറയുന്ന ഈ ഒരു പോയിന്റും Q എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് പോയിന്റ് ആണ്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് പോയിന്റ് 6 ആണ്. അതുകൊണ്ട് തന്നെ മിനിമം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നത് 6-ലാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരിക. അടുത്തത്, വിച്ച് റേഡിയേഷൻ ഹാസ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. ഇത് എവിടെ നിന്നാണ് നമ്മൾ പഠിക്കുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഏറ്റവും നമ്മൾ എങ്ങനെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ നമ്മൾ വേവ് ലെങ്ത് കൂടുന്ന രീതിയിൽ പറയുമ്പോൾ ഈ കൂട്ടത്തില് ഏറ്റവും, അതായത് ഇൻഫ്രാറെഡ്, റേഡിയോ വേവും ഇൻഫ്രാറെഡും ഒക്കെ വിസിബിൾ ലൈറ്റിന് മുൻപും അൾട്രാ വയലറ്റ് വിസിബിൾ ലൈറ്റിന് ശേഷമാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം നോക്കുമ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റിനാണ്. നിങ്ങൾ നിർബന്ധമായിട്ടും ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്തത് the electromagnetic waves used in satellite communication. സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത് റേഡിയോ വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ യൂസസ് ഉണ്ട്, അതെന്നാണ്, ഇത് മാത്രം പഠിച്ചാൽ മതി, റേഡിയോ വേവ്. ഓക്കെ, അപ്പം ഈ മൈക്രോവേവുകൾ ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഓപ്ഷനിൽ മൈക്രോവേവ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ റേഡിയോ വേവ് എന്ന് പറഞ്ഞത്. പക്ഷെ നിങ്ങൾ റേഡിയോ വേവ് എന്നുള്ളത് തന്നെയാണ് മോസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി വിസിബിൾ പോർഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഈസ്, വിസിബിൾ പോർഷൻ എന്താ പറയാ, നമ്മൾ ലൈറ്റ്, നമുക്ക് കാണാൻ പറ്റുന്നതിനെ നമ്മൾ ലൈറ്റ് എന്നല്ലേ വിളിക്കുന്നത്. അപ്പൊ വിസിബിൾ പോർഷൻ എന്ന് പറയുന്നത് ഏതാണ്, ലൈറ്റ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, വിച്ച് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് അൾട്രാവയലറ്റ് ലൈറ്റ് ഇസ് നോട്ട് കറക്റ്റ്. കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ്. അൾട്രാവയലറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ ഉള്ളതാണല്ലോ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീഡിയം വേണ്ട ട്രാവൽ ചെയ്യാൻ. അപ്പൊ ട്രാവൽസ് ഇൻ വാക്യൂം എന്ന് പറയുന്നതും ശരിയാണ്. ഇറ്റ് ഈസ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്, അത് തെറ്റാണ്. കാരണം എന്താണ്, ഈ കുറച്ച് മുന്നേയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ് ഈ ലൈറ്റിന്റെ വേവ് ലെങ്തിനേക്കാൾ ഷോർട്ടർ ആണ് അൾട്രാവയലറ്റ് ലൈറ്റിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ അതും ഇതിൽ കറക്റ്റ് ആണ്. തെറ്റെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആക്ച്വലി ഇത് എന്താണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എല്ലാം ട്രാൻസ്വേഴ്സ് വേവ്സ് ആണ്, ഒന്നും ലോഞ്ചിറ്റ്യൂഡിനൽ ഉണ്ടാവില്ല. മെക്കാനിക്കൽ വേവ്സ് ആണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. നമ്മൾ അതിന് എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്, സൗണ്ട് വേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഇനി
സൗണ്ട് ആൻഡ് ലൈറ്റ് വേവ്സ് ആർ. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. സൗണ്ട് വേവ് എന്താണ്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ലൈറ്റ് വേവ് എന്ന് പറയുന്നത് ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൂടിയാണ്. സൗണ്ട് മെക്കാനിക്കൽ വേവ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തത്, an oscilloscope is an instrument which allows us to see waves produced by. ആക്ച്വലി നമ്മൾ കാണുന്ന വേവ് വിസിബിൾ ലൈറ്റിന്റെ ആണ്. പക്ഷെ എന്തിന്റെ കാണുന്നത് വിസിബിൾ ലൈറ്റ് ആയിട്ടാണ്, എന്നാലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വിസിബിൾ ആയാലും മാത്രം. പക്ഷെ എന്തിന്റെ വേവ് ആണ് നമുക്ക് ഈ വിസിബിൾ ലൈറ്റിലൂടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ സൗണ്ടിനെയും ഇലക്ട്രിക്കൽ സിഗ്നലുകളെയൊക്കെയാണ് ഈ ഓസിലോസ്കോപ്പ് വിസിബിൾ ആക്കി മാറ്റുന്നത്. അപ്പൊ നോർമലി സൗണ്ട് ഓർ ഇലക്ട്രിക് സിഗ്നലുകളെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റിൽ ഓസിലോസ്കോപ്പിലൂടെ വേവ് ആയിട്ട് കാണുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. Echo heard after 5 seconds of the production of sound, which moves with a speed of 340 meter per second. What is the distance of mountain from the source of sound which produces the echo? അപ്പം ഇത്തരം പ്രോബ്ലംസ് ഒരു സ്പെഷ്യൽ കേസ് ആണിത്. ഇപ്പൊ നമ്മൾ നോർമലി സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നല്ലേ പറയാറ്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുമ്പോ ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ഒരു ഇപ്പൊ മൗണ്ടനോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെയാണ് നമ്മള് അവിടെ തട്ടിയിട്ടാണ് അത് പ്രതിഫലിക്കണേന്ന് വെക്കും. അപ്പൊ നമ്മുടെ സൗണ്ട് സോഴ്സ് എന്ന് പറയുന്നത് അതാ ഇവിടെയാണ് നമ്മുടെ സൗണ്ട് സോഴ്സ്. ഇപ്പൊ ഈ സൗണ്ട് സോഴ്സിൽ നിന്ന് എന്ത് സംഭവിക്കും? സൗണ്ട് ആദ്യം ഈ എവിടെയാണോ തട്ടേണ്ടത് അങ്ങോട്ട് സഞ്ചരിക്കും, ഇങ്ങോട്ട് സഞ്ചരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഡിസ്റ്റൻസിന് അതിനുശേഷം അപ്പൊ ഇവിടെ ചെന്ന് തട്ടി അതിനുശേഷം തിരിച്ച് അതെ എവിടെ നിന്നാണോ തുടങ്ങി അങ്ങോട്ട് തന്നെ തിരിച്ചു വരും. അപ്പൊ ഇത്രയാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഡിസ്റ്റൻസിനെ ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ ഇപ്പൊ സോഴ്സും ഈ ഇപ്പൊ മൗണ്ടനോ ബിൽഡിങ്ങോ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ ഡി എന്ന് വിളിക്കുകയാണെങ്കിൽ ആദ്യം ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇവിടെ സ്പീഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ വെലോസിറ്റി ആണ് എടുക്കണമെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് 0 എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അങ്ങോട്ട് സഞ്ചരിച്ച ഡിയും പ്ലസ് ഡി പിന്നെ തിരിച്ചു വന്ന ഡി. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്നത് 2d ആയിരിക്കും. ഈ 2 ടൈംസ് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ എടുത്ത സമയമാണ് ഇവര് എക്കോ ഹേർഡ് ആഫ്റ്റർ 5 സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഡിസ്റ്റൻസ് 2d ആണ്, ടൈം നമുക്ക് ഗിവൺ ആണ്. ടൈം എത്രയാണ് തന്നിട്ടുള്ളത്? ടൈം 5 സെക്കൻഡ്സ് ആണ് തന്നിട്ടുള്ളത്. 5 സെക്കൻഡ്സ്. വെലോസിറ്റിയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ വെലോസിറ്റി അല്ല സ്പീഡ്, സോറി സ്പീഡ് ആണ്. സ്പീഡിന്റെ ഇക്വേഷൻ എന്താ? ഇവിടത്തെ ഇക്വേഷൻ 2d ബൈ എക്കോയിലും പിന്നെ സോണാറിലും ഇതിൽ രണ്ടിലും ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പ്രഷൻ എടുക്കേണ്ടത് 2d ബൈ ടി. അതായത് സൗണ്ട് പോയിട്ട് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരുന്നു എന്നുള്ള സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ദിസ് ഇസ് ഈക്വൽ ടു, അപ്പൊ എത്രയാ വരിക? 2d എന്നുള്ളത് അങ്ങനെ തന്നെ നിർത്തുക, ഡിവൈഡഡ് ബൈ ടൈം തന്നിട്ടുള്ളത് 5 സെക്കൻഡ് ആണ്. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് this implies 2d is equal to 2 times of distance is equal to 2 times of distance is equal to ഈ കേസിൽ 5 into സ്പീഡ്. സ്പീഡ് എത്രയാണ്? 5 into സ്പീഡ്. അപ്പോ 5 into 340 എന്ന് വരും. 5 into ഇത് ഒരു കാര്യം ശ്രദ്ധിക്കുക, 2 ടൈംസ് ഓഫ് ഡിസ്റ്റൻസ് ആണിത്. അപ്പൊ നമ്മൾ ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നതെങ്കിൽ എന്താ വരിക? അതിന്റെ പകുതി. നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഒരു റൗണ്ട് ട്രിപ്പിന്റെ ഡിസ്റ്റൻസ് അല്ലേ എടുത്തത് 2d എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിന്റെ പകുതി വരും. അപ്പൊ 5 into 340 ഡിവൈഡഡ് ബൈ 2 എന്നാണ് നമുക്ക്
ഇതുവരെ. ഇതിപ്പം കിട്ടാൻ പോകുന്നത് മീറ്ററിലാണ്, പക്ഷെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കിയാൽ ഓപ്ഷൻ എല്ലാം തന്നിട്ടുള്ളത് കിലോമീറ്ററിലാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വരിക 850 മീറ്റർ എന്നാണ്. ഇതിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. അപ്പൊ നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അതിനെ കൺവേർട്ട് ചെയ്യാനും കൂടി അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ 850 മീറ്റർ അതിനെ നമ്മൾ ഡിവൈഡഡ് ബൈ 1000 ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടാൻ പോവാ 0.85 കിലോമീറ്റർ ആണ് നമുക്ക് കിട്ടുക. അപ്പൊ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ രണ്ട് കേസിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, എക്കോയിലും അതുപോലെ തന്നെ നമ്മള് സോണാറിലും. സോണാർ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സീയുടെ ഒക്കെ ഡെപ്ത് മെഷർ ചെയ്യാനാണ്. അപ്പം ഷിപ്പിൽ നിന്നൊക്കെ സൗണ്ട് സിഗ്നലുകളെ അൾട്രാസോണിക് സിഗ്നൽ എന്ന് പറയും. അൾട്രാസോണിക് സിഗ്നലുകളെ നമ്മൾ സീബെഡിലേക്ക് അയച്ചിട്ട് തിരിച്ചു വരുന്ന സമയം നോക്കിയിട്ട് ഇതുപോലെ തന്നെ. അപ്പം അപ്പോഴും അതേ കേസിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണല്ലോ, പോയിട്ട് തിരിച്ചു വരികയല്ലേ. അത്തരം സിറ്റുവേഷനിലെല്ലാം ഡിസ്റ്റൻസ് എന്ന് എടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടില്ലേ 2 എന്ന് പറഞ്ഞ ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം 2 into ഡിസ്റ്റൻസ് ആണ് VT എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഈ രണ്ട് സിറ്റുവേഷനും ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടിടത്തും നമ്മൾ സ്പീഡ് is equal to 2 into distance by time എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following media is the speed of sound is maximum? സ്റ്റീലിലാണ് സൗണ്ടിന്റെ സ്പീഡ് മാക്സിമം ആയിട്ടുള്ളത്. അപ്പം അത് നോക്കുക, സോളിഡിലായിരിക്കും. സോളിഡിൽ തന്നെ ഇപ്പൊ ഗ്ലാസും സ്റ്റെയിൻലെസ് സ്റ്റീലും ഉണ്ട്. അതിന് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് ഗ്ലാസ് ഈ സൗണ്ടിന്റെ സ്പീഡ് മാക്സിമം ആവുക. അടുത്തത് ഫ്രീക്വൻസി ഓഫ് എ നോട്ട് ഇസ് 1 octave above 500 Hz. അപ്പൊ 500 Hz ആണ് ആദ്യത്തെ നോട്ടെങ്കിൽ അടുത്തത് എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും, അതായത് 1000 Hz ആയിരിക്കും. അങ്ങനെയാണ് നോട്ടുകൾ. 1 octave എന്ന് പറയുമ്പോൾ 500 Hz കഴിഞ്ഞാൽ അടുത്ത ഒക്ടേവ് എന്ന് പറയുന്നത് അതിന്റെ ഡബിൾ ഫ്രീക്വൻസി. അപ്പൊ ഇവിടെ 500 തന്നിട്ടുള്ളത് കൊണ്ട് 1000 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വാളിറ്റി ടോൺ. ഒരു ശബ്ദത്തെ മറ്റൊരു ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്ന, ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ആളുകളുടെ ശബ്ദം ഡിഫറെന്റ് ആണ് അല്ലെ. അങ്ങനെ ഒരു ശബ്ദത്തെ മറ്റൊരു ശബ്ദത്തിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്നത് ക്വാളിറ്റി അല്ലെങ്കിൽ ടോൺ ഓഫ് സൗണ്ട് ആണെന്ന് പറയും. അപ്പം അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വേവ് ഫോമിനെ ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ നോർമലി വേവ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സിംഗിൾ ടോൺ ആണ് എടുക്കുന്നതെന്ന് വെക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു സിംഗിൾ ടോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സിംഗിൾ ടോണിന്റെ വേവ് എന്ന് പറയുന്നത് കറക്റ്റ് സൈൻ വേവ് ആയിരിക്കും. കറക്റ്റ് ഒരു സൈൻ വേവ് ആയിരിക്കും. ഇത് തന്നെ ഒരു നോയ്സ് ആണെങ്കിൽ, അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ശബ്ദമാണെങ്കിൽ ഇങ്ങനെ ഒരു ആ ഒരു നോയ്സ് ആ വേവിൽ കാണിക്കും. ഇനി ഇത് മ്യൂസിക് ആണെങ്കിൽ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ടോണുകൾ കമ്പൈൻ ചെയ്തിട്ടാണെങ്കിൽ ഇത് കുറച്ചുകൂടി മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും. ഇപ്പൊ ഇത് മാത്രം ആവില്ല, ഇതിനോട് ചേർന്നിട്ടുള്ള മറ്റു വേവ്, അതായത് കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു വേവ് ഫോം ആയിരിക്കും. ഒരു സിംഗിൾ വേവ് എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ച് കോംപ്ലക്സ് ആയിരിക്കും. അപ്പൊ 3 സിറ്റുവേഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ക്വാളിറ്റി എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? വേവ് ഫോം ഓഫ് സൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യും. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു പ്യുവർ ടോൺ, ഒരു സിംഗിൾ ടോൺ ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഒരു സൈൻ വേവേ ഉണ്ടാവുള്ളൂ. മൾട്ടിപ്പിൾ ടോൺ വരുന്നതാണ് മ്യൂസിക്. അപ്പൊ കോംപ്ലക്സ് ആയിട്ടുള്ള ഒറ്റ വേവിന് പകരം കൂടുതൽ വേവുകൾ ഉണ്ടാവും. കൃത്യമായ ഒരു സൈൻ വേവ് ഇല്ലാത്ത സാഹചര്യമാണ് നമ്മൾ നോയ്സ് എന്ന് പറയാം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ ഒരു വേവ് ഫോം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഈ വേവ് ഫോം ആണ് ഇതിനെ പരസ്പരം ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ നിങ്ങള്. ഈ വേവ് ഫോം ആണ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്, വേവ് ഫോം എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും. ക്വാളിറ്റി, ടിംബർ, ടോൺ ഇതൊക്കെ ഇതിൽ ഒന്നിന് പകരം ഒന്നായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ക്വാളിറ്റി എന്ന് പറഞ്ഞാലും ടിംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്താ ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് വേവ് ഫോമുകളാണ്. നോർമലി സൈൻ വേവുകളാണ് യൂസ് ചെയ്യാറ്. അടുത്ത ക്വസ്റ്റ്യൻ. A person burned a firecracker in front of a cliff and heard its echo after 5 seconds. സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് കണ്ടത്. എന്താണ് വ്യത്യാസം വന്നത്? നേരത്തെ മൗണ്ടൻ എന്നാണ് പറഞ്ഞത്, ഇപ്പൊ ക്ലിഫ് എന്നാണ് പറഞ്ഞത്. സമയം 5 സെക്കൻഡ് തന്നെയാണ്, സ്പീഡ് 340 തന്നെയാണ്. അപ്പൊ ആൻസർ വരാൻ പോകുന്നത് മീറ്ററിലാണ്. 850 മീറ്റർ ആയിരിക്കും. ഓപ്ഷൻ ഡി. അപ്പൊ അതിന് വീണ്ടും ചെയ്യുന്നില്ല, സെയിം രീതിയിലാണ് ഇത് ചെയ്യുന്നത്. അടുത്തത്. പിച്ച് ഓഫ് എ സൗണ്ട് വേവ് ഡിപ്പെൻഡ്സ് ഓൺ. പിച്ച് എന്ന് പറയുന്നത്
ഫ്രീക്വൻസി ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആളും കേൾക്കുന്ന ആളും, അതായത് സോഴ്സ് ആൻഡ് ലിസണർ, സോഴ്സിന്റെ ടേംസിലാണ് നമ്മൾ ഫ്രീക്വൻസി, ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത്. ഇത് തന്നെ ലിസണറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോഴാണ് ഈ ഫ്രീക്വൻസിയെ പിച്ച് എന്ന് വിളിക്കുന്നത്, ആംപ്ലിറ്റ്യൂഡിനെ ലൗഡ്നെസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ ക്വസ്റ്റ്യനിൽ പിച്ച് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ. സോണിക് ബൂം is produced when source of sound travels at a speed of. ഈ സൗണ്ടിന്റെ സ്പീഡ് നോർമലി അല്ലെങ്കിൽ ഇപ്പൊ ഒരു സോഴ്സിൽ നിന്ന്, പൊതുവെ എയർക്രാഫ്റ്റുകൾ അങ്ങനെയുള്ള അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ ഇതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ശബ്ദം നോർമൽ നമ്മുടെ സൗണ്ടിന്റെ സ്പീഡിനേക്കാൾ സ്പീഡ് കൂടിയ സൗണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ സൗണ്ട് നോർമൽ സ്പീഡിനേക്കാളും കൂടുതൽ സോഴ്സ് ഓഫ് സൗണ്ട് ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ്, അതായത് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഈ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റ് സൗണ്ടിന്റെ സ്പീഡിനേക്കാൾ കൂടിയ സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ, എയറിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴാണ് സോണിക് ബൂം ഉണ്ടാവുന്ന. ഒരു ഷോക്ക് വേവ് ആണ്. ഇപ്പൊ നമുക്കൊരു തണ്ടർസ്ട്രോം ഒക്കെ പോലെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു ശബ്ദമാണ് സോണിക് ബൂം എന്ന് പറയുന്നത്. അതങ്ങനെ ലാസ്റ്റ് ചെയ്യൊന്നുമില്ല, ഒരു സഡൻ ആയിട്ട് ഉണ്ടാവുന്ന ഒരു ശബ്ദമാണ്. അത് ഉണ്ടാവാനുള്ള കാരണം സോഴ്സ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു എയ്റോപ്ലെയിൻ അത് സൂപ്പർസോണിക് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല. അത് സൂപ്പർസോണിക് എന്നൊക്കെ പറഞ്ഞ ശബ്ദത്തിന്റെ സ്പീഡിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുക്കളാണ് പൊതുവെ സോണിക് ബൂമുകൾ ഉണ്ടാക്കാറ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരിക. കണ്ടോ, ഗ്രേറ്റർ ദാൻ ദ സ്പീഡ് ഓഫ് സൗണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെ സൗണ്ട് എന്തിന്റെയൊക്കെയാണ് സ്പീഡ് കമ്പയർ ചെയ്യുന്നത്? സൗണ്ടിന്റെ സ്പീഡും മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ സ്പീഡുമാണ്. ആ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ സ്പീഡ് സൗണ്ടിന്റെ സ്പീഡിനേക്കാൾ കൂടുതലാവുമ്പോഴാണ്, അത് എയറിലൂടെ മൂവ് ചെയ്യുമ്പോഴാണ് സോണിക് ബൂം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് സോണിക് ബൂം എന്ന് പറഞ്ഞാൽ എന്താണെന്നും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ മൈക്രോഫോൺ ആൻഡ് സ്പീക്കർ ഓഫ് എ മൊബൈൽ ഫോൺ. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചുരുക്കി മൈക്ക് എന്ന് പറയും അല്ലെ. ഈ മൈക്ക് എന്താ ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ സൗണ്ടിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റും. ഇനി സ്പീക്കർ എന്താ ചെയ്യുന്നത്? ഈ ഇലക്ട്രിക്കൽ സിഗ്നലിനെ വീണ്ടും സൗണ്ട് ആക്കി മാറ്റും. അപ്പൊ ഇതിൽ ഏതൊക്കെ ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്? 2 and 4. Mic converts sound to electrical signal. Speaker converts electrical signal to sound. Answer option D ആണ്. നെക്സ്റ്റ് വൺ. ഡോപ്ലർ ഇഫക്ട് is used. ഡോപ്ലർ ഇഫക്ട് നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ, ഒരു സൗണ്ട് സോഴ്സ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി കൂടിയതായും ഒരു സൗണ്ട് സോഴ്സ് നമ്മളിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞതായും ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ to determine the velocities of which stars and galaxies are moving towards or away എന്നാണ് കേട്ടോ. അത് towards or away from the earth. അപ്പൊ അതിൽ ഒന്നെന്ന് എഴുതിയേക്കണത് ടു ഇൻക്രീസ് ദ പ്രഷർ എന്നുള്ളത് കറക്റ്റ് അല്ല. ഓൺലി വൺ, അതാണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. വൺസ് അഗൈൻ, ഡോപ്ലർ എഫക്ട് എന്ന് പറയുന്നത് ഒരു മൂവിങ് സോഴ്സിന്റെ വെലോസിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി a simple pendulum having bob of mass m and length of string L has time period T if the mass of the bob is doubled and the length of the string is halved. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ കുറച്ച് നേരത്തെ ചെയ്തതാണ്. ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബോബിന്റെ മാസിനെ ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം പീരീഡിന്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താണ്? 2π √L/g ആണ്. 2π √L/g. ഇതില് മാസ് ഓഫ് ബോബ് എന്ന് പറയുന്നത് ഇൻസിഗ്നിഫിക്കന്റ് ആണ്. പിന്നെ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിന്റെ ഇപ്പൊ ടൈം പീരീഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ലെങ്ത് ഓഫ് ദ പെൻഡുലത്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ലെങ്ത് ഓഫ് ദ പെൻഡുലം എങ്ങനെയാ ചേഞ്ച് ചെയ്തത്? പകുതിയാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ടി പ്രൈം എന്ന് പറയുന്നത് നേരത്തെ എല്ലാം ആയിരുന്നെങ്കിൽ ഇപ്പൊ ടി പ്രൈം എന്ന് പറയുന്നത് √L/2 ആണ്. L/2 ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഈസ് പ്രപ്പോർഷണൽ ടു √L divided by √2. √L divided by √2. അപ്പൊ നമുക്ക് എന്ത് പറയാം?
ടൈം പീരീഡ് നേരത്തെ ടി ആയിരുന്നെങ്കിൽ ഇപ്പൊ T/√2 ആയിട്ടുണ്ടാവും. അതായത് ലെങ്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത് ലെങ്തിനെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? റൂട്ട് ഓഫ് ലെങ്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചേഞ്ച് ഉണ്ടായി? √(length/2) ആയി. അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എഴുതി. ഇപ്പോ നേരത്തെ √L-നെയാണ് ഡിപ്പെൻഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ √L/√2, അതായത് നേരത്തെ ഉണ്ടായ ടൈം പീരീഡ് ഡിവൈഡഡ് ബൈ √2 ആണ് ഇപ്പൊ വരിക. ഓക്കെ, അപ്പൊ ഇതില് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. Okay, next question. The time period of a 1 meter long pendulum approximates to. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഡബിൾ പെൻഡുലം എന്നോ സെക്കൻഡ്സ് പെൻഡുലം എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2 സെക്കൻഡ് ആയിരിക്കും ടൈം പീരീഡ് വരും. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ട് ബോബുകളാണ്. അതില് ഒരു ബോബ് എക്സ് എന്ന് പറഞ്ഞ പൊസിഷൻ, എ എന്ന് പറഞ്ഞ ബോബ് എക്സ് എന്ന് പറഞ്ഞ പൊസിഷനിലും ബി എന്ന് പറഞ്ഞ ബോബ് വൈ എന്ന് പറഞ്ഞ പൊസിഷനിലുമാണ്. ഈ എ എന്ന് പറഞ്ഞ ബോബ് എക്സ് എന്ന പൊസിഷനിൽ നിന്ന് ബിനെ വന്ന് സ്ട്രൈക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അന്നേരത്ത് ബി മൂവ് ചെയ്യും, എ അവിടെ റെസ്റ്റിലാവും. ഇങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ സെനാരിയോന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? എയിൽ നിന്ന് വന്ന ബോബ് ബിയുമായി കൊളൈഡ് ചെയ്യുകയും എ റെസ്റ്റിലാവുകയും ബി ഹൈറ്റിലേക്ക് പോവുകയും ചെയ്യും. അതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ ഇതിൽ വായിച്ചു നോക്കൂ. ഹൗ ഹൈ ഡസ് ദ ബോബ് എക്സ് റൈസസ്? ഞാൻ പറഞ്ഞതിൽ ചെറിയൊരു വ്യത്യാസം വന്നു അല്ലെ. ബോബിന്റെ പേര് എക്സ് എന്നും വൈ എന്നുമാണ്, പൊസിഷൻ എയും ബിയും ആണ്. അപ്പം ഇവിടെ എന്താ ഉണ്ടാവുക നോക്കൂ. ടു ദ സെയിം ഹൈറ്റ് ആസ് ദാറ്റ് ഓഫ് ദി പൊസിഷൻ എ ഓൺ ദി അതർ സൈഡ് ഓഫ് ദി സെയിം ട്രാജക്ടറി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞ ബോബ് അപ്പുറത്തെ സൈഡിൽ, അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്നത് ഈ സൈഡിലാണ്, ഇപ്പം ബി എന്ന പൊസിഷന്റെ ഇപ്പുറത്തെ സൈഡിൽ അതേ ഹൈറ്റിൽ പോകുന്നു. ഒരിക്കലും ഇല്ല. ഈ എക്സ് എന്ന് പറഞ്ഞ ബോബ് വൈനെ വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് എക്സ് എന്ന് പറഞ്ഞ ബോബ് റെസ്റ്റിലാവുകയും വൈ എന്ന് പറഞ്ഞ ബോബ് മൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ഏതാണ് ഉത്തരമായിട്ട് വരിക? ഇറ്റ് സ്റ്റോപ്സ്. അതാണ് നമുക്ക് ഉത്തരമായിട്ട് വരിക. അതായത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് സ്റ്റോപ്പ് അറ്റ് പൊസിഷൻ ബി. അഗൈൻ രണ്ട് ബോബുകളിൽ ഒന്ന് റെസ്റ്റിലായിരുന്നു, മറ്റത് മൂവ് ചെയ്യായിരുന്നു. ഈ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ് എന്ന് പറഞ്ഞ ബോബ് വൈ എന്ന് പറഞ്ഞ ബോബിനെ സ്ട്രൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യുകയും എക്സ്, അങ്ങനത്തെ സാഹചര്യത്തിൽ എക്സ് റെസ്റ്റിലാക്കിയത് ഐഡന്റിക്കൽ ബോബ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രണ്ടും ഐഡന്റിക്കൽ ആയതുകൊണ്ട് തന്നെ എക്സ് റെസ്റ്റിലാവുകയും വൈ എന്ന് പറഞ്ഞ ബോബ് മൂവ് ചെയ്യുകയും ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഓപ്ഷൻ ഇറ്റ് സ്റ്റോപ്സ് അറ്റ് പൊസിഷൻ ബി എന്നുള്ളതാണ്. ഇനി അടുത്തത്, which one of the following statements regarding simple pendulum is correct? അപ്പൊ നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഒക്കെ എഴുതി. അപ്പൊ ഈ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത് ഏത് സമയത്താണ് വാലിഡ് ആവുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് only for small amplitudes, because then the net force on its bob is proportional to its displacement. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈം പീരീഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഏത് സമയത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ മാത്രമാണ് ഇതൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. ഒരു വലിയ ആംപ്ലിറ്റ്യൂഡിലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ടൈം പീരീഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. ടൈം പീരീഡ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കറിയാം, ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ മോഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ, നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യൊന്നും വേണ്ട, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെന്നും ഈ സിമ്പിൾ ഹാർമോണിക് മോഷൻ അതിന്റെ കണ്ടീഷൻസ് എല്ലാം ഹോൾഡ് ചെയ്യുന്നത് സ്മോൾ ആംഗിൾസിനാണ്. വളരെ ലാർജ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗിളും കൂടും. അങ്ങനെ ആംഗിൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ലോ പലതും വയലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ സിമ്പിൾ പെൻഡുലം പൊതുവെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ പൊതുവെ, സിമ്പിൾ പെൻഡുലം മാത്രമല്ല, അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ പെൻഡുലാണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ സ്മോൾ ആംപ്ലിറ്റ്യൂഡിൽ മാത്രമാണ് ഇത് ടൈം പീരീഡ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത്. അടുത്തത്, ദ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് ഇസ് സീൻ ബിഫോർ ദി തണ്ടർസ്റ്റോം ഇസ് ഹേർഡ്. ഇറ്റ് വെരിഫൈസ് ദാറ്റ്. വളരെ സിമ്പിൾ ആണ്. ലൈറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ സൗണ്ട്. ലൈറ്റ് ട്രാവൽസ് മച്ച് ഫാസ്റ്റർ ദാൻ സൗണ്ട്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്തത്, which one of the following statement is true for sound waves propagating in air?
അപ്പം എയറിലൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പൊ അതിലെന്താണ്? സൗണ്ട് ഇസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. സൗണ്ട് ഇസ് എ മെക്കാനിക്കൽ വേവ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ ഇൻ നേച്ചർ. അത് കറക്റ്റ് ആണ്. അപ്പം സൗണ്ട് വേവ് മെക്കാനിക്കൽ വേവുമാണ്, അതേസമയം തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ് അതിന്റെ സ്വഭാവം. മെക്കാനിക്കൽ വേവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് നീഡ്സ് മീഡിയം ടു ട്രാവൽ. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷനും ഡയറക്ഷൻ ഓഫ് വൈബ്രേഷനും പാരലൽ ടു ഈച്ച് അതർ ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when the pitch of sound increases, which one increases? ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓപ്ഷൻ ഡി, ഫ്രീക്വൻസി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. പിച്ചേഴ്സ് റിലേറ്റഡ് ടു ഫ്രീക്വൻസി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോട്ട് കറക്റ്റ് ആണോ, ട്രൂ ആണോ, കറക്റ്റ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മൾ നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. നോട്ട് കറക്റ്റ് regarding the travel of sound wave. Sound wave travels through water. Sound wave travels through air. Sound wave travels through steel. Sound wave travels through അല്ലെങ്കിൽ sound travels through vacuum. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണവും ശരിയാണ്. Sound needs a medium to travel. അതുകൊണ്ട് തന്നെ sound travels through vacuum എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. Which one of the following statement about sound is not correct? എന്താണ്? സൗണ്ട് ട്രാവൽസ് നോട്ട് കറക്റ്റ് ആണ് കേട്ടോ. again സൗണ്ട് ട്രാവൽസ് സ്ലോവർ ദാൻ ലൈറ്റ്. ശരിയാണ്. സൗണ്ട് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇൻ നേച്ചർ. അത് തെറ്റാണ്. സൗണ്ട് വേവ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ഉള്ള ഓപ്ഷൻസും കൂടി ഒന്ന് ജസ്റ്റ് കണ്ടിരുന്നോളൂ. സൗണ്ട് വേവ്സ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. ശരിയാണ്. സൗണ്ട് ട്രാവൽസ് ഫാസ്റ്റർ ഇൻ മോയിസ്റ്റ് എയർ. ഹ്യൂമിഡിറ്റി കൂടുതലുള്ള സാഹചര്യങ്ങളിൽ സൗണ്ട് വളരെ ഫാസ്റ്റർ ആയിട്ട് ട്രാവൽ ചെയ്യും. അതും കറക്റ്റ് ആണ്. ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. സോണാർ is a device used to measure underwater distance. It uses, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അണ്ടർവാട്ടർ ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാനാണ് സോണാർ ഉപയോഗിക്കുന്നതെന്ന്. അതിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. അതായത് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുന്ന ഓഡിബിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ഹെർട്സ് തുടങ്ങി 20,000 ഹെർട്സ് വരെയാണ്. ഈ 20,000 ഹെർട്സിന് മുകളിലുള്ള ശബ്ദത്തെയാണ് നമ്മൾ അൾട്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. ഈ സോണാറിൽ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. നാച്ചുറലി പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റ്സ്, വവ്വാലുകളും പുറപ്പെടുവിക്കുന്നത് അൾട്രാസോണിക് സൗണ്ട് ആണ്. ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരിക. ബീറ്റ്സ് is a phenomenon that occur when frequency of two harmonic waves are. നമ്മൾ ഈ മ്യൂസിക്കിലൊക്കെ രണ്ട് ശബ്ദങ്ങളുടെ ഇടയിൽ ഒരു കണക്ടിങ് ഫീൽ നമുക്ക് തോന്നാറുണ്ട്. അതിനെയാണ് നമ്മൾ ബീറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അടുത്തടുത്ത രണ്ട് ഫ്രീക്വൻസികൾ തമ്മിൽ ഉണ്ടാവുന്ന ഒരു എന്താ പറയാ, ഇപ്പം ഇന്റർഫറൻസിനോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബീറ്റ്സ് ഉണ്ടാവുന്നത്. അപ്പം ഈ ബീറ്റ്സ് ഉണ്ടാവണമെങ്കിലുള്ള ബേസിക് കണ്ടീഷൻ ആണ് ഫ്രീക്വൻസീസ് നിയർലി സെയിം ആയിരിക്കണം. ടു ഹാർമോണിക് വേവ്സ് ആർ നിയർലി സെയിം ഫ്രീക്വൻസി ആണെങ്കിൽ മാത്രമേ ബീറ്റ്സ് ഉണ്ടാവുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോ ഇതിന്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ഓഫ് റേഷ്യോ ബിറ്റ്വീൻ ത്രസ്റ്റ് ആൻഡ് ഇമ്പൾസ് ഇസ്. ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിന് ഈക്വൽ ആണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പൾസ് പറയാ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ സ്മോൾ ഇന്റർവൽ ഓഫ് ടൈം എന്നാണ്. അപ്പൊ ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ യൂണിറ്റ് തന്നെ കൊടുക്കുക. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ടൈം. ഇപ്പൊ ന്യൂട്ടൺ ബൈ ന്യൂട്ടൺ സെക്കൻഡ്, ന്യൂട്ടണും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ 1/സെക്കൻഡ്. 1/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താ? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/ടൈം പീരീഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് സെക്കൻഡിലല്ലേ മെഷർ ചെയ്യുക. അപ്പൊ ഇത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഫ്രീക്വൻസിയുടെ യൂണിറ്റിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ. അപ്പൊ ദ യൂണിറ്റ് ഓഫ് റേഷ്യോ ബിറ്റ്വീൻ ത്രസ്റ്റ് ആൻഡ് ഇമ്പൾസ് ഈസ് ദ സെയിം ആസ് ദ യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി. ഇനി റിവർബറേഷൻ എന്താണെന്ന് അറിയാം. റിവർബറേഷൻ ഒരു ശരിക്കും പറഞ്ഞ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴക്കം ഉണ്ടാവില്ലേ? ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ഹോളുകളിലൊക്കെ മുഴക്കം ഉണ്ടാവും. അപ്പൊ അതിനുള്ള റീസൺ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിനുള്ള റീസൺ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ്. ഇത് റിവർബറേഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് സൗണ്ട് ആണ്. ഇപ്പൊ ഇവിടെ റിഫ്രാക്ഷൻ എന്നൊക്കെ എഴുതുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ഒരു സംശയം തോന്നും. ആക്ച്വലി റിവർബറേഷൻ ഈസ് റിലേറ്റഡ് ടു സൗണ്ട് ആൻഡ് റിവർബറേഷൻ ഈസ് ആക്ച്വലി മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ഓഫ് സൗണ്ട് ആണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. വിച്ച് ഇസ് ട്രൂ ഫോർ സൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ? സൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ ട്രൂ ആയിട്ടുള്ള കാര്യം എന്താണ്? സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ വാക്യൂം.
ആൻഡ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഇൻ എയർ. ഇത് നമുക്ക് അറിയാവുന്നതാണ്. സൗണ്ട് ക്യാൻ ട്രാവൽ എന്ന് പറയുന്നത് എല്ലായിടത്തും തെറ്റാണ്. ഇവിടെ രണ്ട് ഓപ്ഷനിൽ സൗണ്ട് ക്യാൻ ട്രാവൽ ഇൻ വാക്യൂം എന്നാണ്, ഓപ്ഷൻ എയിലും ഓപ്ഷൻ സിയിലും. അപ്പൊ അത് അതുകൊണ്ടാണ് വേണ്ടാന്ന് വെക്കേണ്ടി വരിക, അതായത് തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഓപ്ഷൻ ഡിയിൽ സൗണ്ട് കനോട്ട് ട്രാവൽ ഇൻ വാക്യൂം എന്നുള്ളത് ശരിയാണ്, പക്ഷെ ട്രാൻസ്വേഴ്സ് വേവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി സൗണ്ട് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരും. Which statement about the speed of sound waves is not correct? സ്പീഡ് ഓഫ് സൗണ്ട് വേവിനെ കുറിച്ചുള്ള ഓപ്ഷനിൽ കറക്റ്റ് അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കൂ, സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ഇൻ സ്റ്റീൽ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ വാട്ടർ. പിന്നെന്താണ്, സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ഇൻ എയർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ഇൻ എയർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. സ്പീഡ് ഓഫ് സൗണ്ട് വേവ് ഇൻ വാട്ടർ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഇൻ എയർ. അപ്പൊ ഇതില് സ്റ്റീലിലാണ് വാട്ടറിനേക്കാൾ സ്പീഡ് കൂടുതൽ എന്ന് പറഞ്ഞത് ശരിയാണ്. സ്പീഡ് ഓഫ് സൗണ്ട് വേവ്സ് ഇൻ എയർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചും, നേരത്തെ നമ്മൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, മോയിസ്റ്റ് കൂടുന്നതിനനുസരിച്ചും കൂടുകയാണ് ചെയ്യുക. ഇത് നോട്ട് ചെയ്ത് വെക്കുക. സ്പീഡ് ഓഫ് സൗണ്ട് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റിനെ തന്നെയാണ് വേറൊരു ടേംസിൽ നമ്മൾ മോയിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ മൈക്രോഫോൺ കൺവേർട്സ്. മൈക്രോഫോൺ എന്താ ചെയ്യണേന്ന് ഓൾറെഡി പറഞ്ഞല്ലോ, സൗണ്ട് സിഗ്നലിനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റും. ഓപ്ഷൻ ബി. ഇനി വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫോം ഓഫ് സ്റ്റോർഡ് എനർജി. സ്റ്റോർഡ് എനർജി അല്ലാത്തത് ഏതാണ്? ഇലക്ട്രിക്കൽ എനർജി ആണ്. ഇപ്പൊ പൊട്ടൻഷ്യൽ ഫോമിലുള്ള എല്ലാ എനർജിയും സ്റ്റോർഡ് എനർജീസ് ആണ്. സ്റ്റോർഡ് എനർജിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാ. ഇതില് സ്റ്റോർഡ് അല്ലാത്തത് ഇലക്ട്രിക്കൽ എനർജിയാണ്. അടുത്തത്, ന്യൂക്ലിയർ എനർജി ഈസ് ജനറേറ്റഡ് ബൈ. ഇതെങ്ങനെയാണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ് ന്യൂക്ലിയർ എനർജി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഓപ്ഷൻസ് നോക്കൂ. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ ഐൻസ്റ്റീൻ. ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഇറ്റ്സ് എക്സ്പ്രഷൻ വാസ് പ്രപ്പോസ്ഡ് ബൈ റുദർഫോർഡ്. ന്യൂക്ലിയർ ഫ്യൂഷൻ, ഫ്യൂഷൻ ഉള്ളത് നോക്കുക വേണ്ട, ഫിഷൻ ആണ്. ആൻഡ് ദ ഇക്വേഷൻ ഈസ് പ്രപ്പോസ്ഡ് ബൈ ഐൻസ്റ്റീൻ ആൻഡ് ദ ഫേമസ് ഇക്വേഷൻ E is equal to mc square. Next one, the process by which a heavy nucleus splits into lighter nucleus is known as. ഹെവി ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ് ലൈറ്റർ ആവുന്നതിനെ ഫിഷൻ എന്നാണ് പറയാം. ഓപ്ഷൻ ഡി അതാണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ബേസിക് സയന്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ ന്യൂക്ലിയർ റിയാക്ടർ ഇസ്. വായിച്ചു നോക്കാം നമുക്ക്. ന്യൂക്ലിയർ ഫ്യൂഷൻ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷൻ, അൺകൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ, കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൺട്രോൾഡ് ഫിഷൻ ചെയിൻ റിയാക്ഷൻ എന്നോ അല്ലെങ്കിൽ കൺട്രോൾഡ് ന്യൂക്ലിയർ ഫിഷൻ, ഇതാണ് ഒരു ന്യൂക്ലിയർ റിയാക്ടറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ന്യൂക്ലിയർ റിയാക്ടറിൽ എനർജി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഇനി ഡ്യൂറിങ് ദ ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻ, എന്താണ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ടു ലൈറ്റ് ന്യൂക്ലിയൈ കമ്പൈൻ ടു ഗീവ് എ ഹെവിയർ ന്യൂക്ലിയൈ. ടു എന്നുള്ളത് കറക്റ്റ് അല്ല ആക്ച്വലി, പക്ഷെ ചെറിയ ന്യൂക്ലിയസുകൾ കമ്പൈൻ ചെയ്ത് ഹെവിയർ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റേഡിയോ ആക്ടിവിറ്റി ഈസ് മെഷേർഡ് ബൈ. റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് GM കൗണ്ടർ അല്ലെങ്കിൽ ഗീഗർ മുള്ളർ കൗണ്ടറുകളാണ്. അത് പഠിച്ചിരിക്കുക. ഇപ്പം അത് പറഞ്ഞ സ്ഥിതിക്ക് ഇതിന്റെ താഴെയുള്ളതൊക്കെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോ ഇവിടുത്തെ ആൻസർ GM കൗണ്ടർ ആണ്. പൊളാരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റിന് പോളറൈസേഷൻ എന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ടെന്ന് നമുക്കറിയാം. ലൈറ്റ് അതിന്റെ പോളറൈസേഷൻ മെഷർ ചെയ്യാനാണ് പൊളാരിമീറ്ററുകൾ ഉപയോഗിക്കുന്നത്. കലോറിമീറ്റർ ഉപയോഗിക്കുന്നത് ഹീറ്റ്, ചേഞ്ച് ഇൻ ഹീറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ഇനി കൊളോറിമീറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്. കളർ ഓഫ് ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കൊളോറിമീറ്ററുകൾ. അത് ആക്ച്വലി ഇന്റൻസിറ്റി ഓഫ് കളർ, ഒരു കളറിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യാനാണ് കൊളോറിമീറ്ററുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഒന്നുകൂടി കേൾക്കുക, നമ്മുടെ ഓപ്ഷനിൽ റേഡിയോ ആക്ടിവിറ്റി മെഷർ ചെയ്യാൻ ഗീഗർ മുള്ളർ കൗണ്ടർ ആണ്. പൊളാരിമീറ്റർ, ഇപ്പം ഈ 4 ഓപ്ഷനും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പൊളാരിമീറ്റർ പോളറൈസേഷൻ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് പോളറൈസേഷൻ മെഷർ ചെയ്യാൻ, കലോറിമീറ്റർ ഹീറ്റ് മെഷർ ചെയ്യുന്നതാണ്, കൊളോറിമീറ്റർ ഇന്റൻസിറ്റി ഓഫ് കളർ മെഷർ ചെയ്യുന്നതാണ്.
Next question. When a beta particle is emitted from the nucleus of an atom, then the effect is to, ഇത് നമ്മൾ പറഞ്ഞതാണ്, increase the atomic number by 1. അതായത് ആക്ച്വലി ന്യൂക്ലിയസിനകത്ത് ബീറ്റ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിന് ഇക്വാലന്റ് ആണ്. ന്യൂക്ലിയസിനകത്ത് ഇലക്ട്രോണുകൾ ഇല്ല. ഒരു ന്യൂട്രോൺ ആണ് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പ്രോട്ടോണും ഇലക്ട്രോണുമായി മാറുന്നത്. ആ ഇലക്ട്രോൺ പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രോണിന്റെ എണ്ണം കുറയും, അതോടൊപ്പം ഒരു പ്രോട്ടോണിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പം ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. അതുകൊണ്ട് തന്നെ ബീറ്റ എമിഷൻ ഉണ്ടാവുന്ന സമയത്ത് ആറ്റോമിക് നമ്പർ ഇൻക്രീസസ് ബൈ 1. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരും. And the final one is, when an alpha particle captures an electron, it becomes. അപ്പം എന്താണ് ആൽഫ പാർട്ടിക്കിൾ എന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് അത് ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്താൽ എന്താവും പറയാൻ പറ്റുള്ളൂ. ആൽഫ പാർട്ടിക്കിൾ ഈസ് ഇക്വാലന്റ് ടു ഹീലിയം ന്യൂക്ലിയസ്. ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയത്തിൽ 2 ഇലക്ട്രോണുകളാണ് ഉള്ളത്. ആ ഇലക്ട്രോണുകൾ ഒഴികെയുള്ള ഹീലിയത്തിനെയാണ് നമ്മൾ ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അപ്പൊ 2 ഇലക്ട്രോൺ ഉള്ളതിൽ 2 ഇലക്ട്രോണും പോയി. ഇതിന്റെ മാസ് നമ്പർ 4 ആണ്. അപ്പം ഇതിൽ 2 ഇലക്ട്രോൺ ഉണ്ടായ 2 ഇലക്ട്രോണും ഇല്ലാത്ത ഹീലിയത്തിനെയാണ് നമ്മൾ ഹീലിയം ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നത്. അതിലേക്ക് ഒരു ഇലക്ട്രോൺ, ഇതാണ് ആൽഫ പാർട്ടിക്കിള്. ഈ ആൽഫ പാർട്ടിക്കിൾ ക്യാപ്ചേഴ്സ് 1 ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. 2 ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അവിടേക്ക് ഒരു ഇലക്ട്രോണിനെയാണ് ഇത് ക്യാപ്ചർ ചെയ്യുന്നത്. അപ്പൊ ഇത് എന്തായി മാറും? 2 ഇലക്ട്രോണിന്റെ കുറവുണ്ടായിരുന്നിടത്ത് എന്തായി മാറും? ഒരു ഇലക്ട്രോണിന്റെ കുറവായിട്ട് മാറും. 2 ഇലക്ട്രോൺ ഇല്ലാത്തൊരവസ്ഥയായിരുന്നു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. മാസ് നമ്പറിൽ ചേഞ്ച് ഒന്നും വരില്ല, കാരണം ക്യാപ്ചർ ചെയ്തത് ഇലക്ട്രോണിനെ ആണല്ലോ. ഇവിടെ 2+ എന്നുള്ളത് എന്തായി മാറും? 1+ ആയി മാറും. 1+ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? ഹീലിയം അയോൺ തന്നെയാണ്. അപ്പം ഓപ്ഷനിൽ എന്തൊക്കെയാ നമുക്ക് തന്നിട്ടുള്ളത് നോക്കിയേ. ഹീലിയം അയോൺ, എ ബീറ്റ പാർട്ടിക്കിൾ ഒരിക്കലും ആവില്ല. എ ഹീലിയം ആറ്റം, ഇനി ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം ഒന്നും ആവില്ലല്ലോ, ഹീലിയം ഹൈഡ്രജൻ ആയി മാറില്ല. ഓപ്ഷനിൽ നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത് ഹീലിയം അയോണും ഹീലിയം ആറ്റവും ആണ്. ഇപ്പോ ഇത് തന്നെ 2 ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്തിരുന്നെങ്കിൽ ഹീലിയം ആറ്റം ആയേനെ. ഒരു ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്തുള്ളൂ, അതുകൊണ്ട് ഇത് ഹീലിയം അയോൺ തന്നെയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുക. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതിലേക്ക് ഒരു ഇലക്ട്രോൺ ക്യാപ്ചർ ചെയ്തപ്പോ നഷ്ടപ്പെട്ടതിൽ ഒന്നേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ. ഇപ്പോഴും ഒന്നിന്റെ ഡെഫിഷ്യൻസി ഉണ്ട്, അതുകൊണ്ട് ഇത് ഇപ്പോഴും ഹീലിയം അയോൺ തന്നെയാണ്. 2 ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്താൽ മാത്രമേ ഇതിന് ആറ്റമായി മാറാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. സോറി, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഇന്നത്തെ പോർഷനിൽ പറയാനുണ്ടായിരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു.